ഒരു അസോസിയേഷനിൽ ഒരു ജനറൽ ബോഡി വെക്കുമ്പോൾ കണക്ക് പാസ്സാക്കണം. നമ്മൾ കഴിഞ്ഞിരുന്ന അതിന് മുമ്പത്തെ ഇരുന്നവർ എന്തോ ആയിക്കോട്ടെ, അത് പറയാം, നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കണക്കിൽ ഇത്ര മിസ്റ്റേക്സ് ഉണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ ജനറൽ ബോഡി പറയാം, അത് ശരി, നമുക്കൊന്നും കൂടെ ആയിട്ട് നമുക്ക് കണക്ക് ചെയ്യാമെന്ന് ജനറൽ ബോഡി സമ്മതിക്കണം. ശ്വേതാ മേനോൻ ഇരുന്ന ആ സമയത്തുള്ള കണക്കുകൾ കറക്റ്റ് അല്ല. ഉണ്ണി ശിവപാൽ ട്രഷറർ എന്ന് പറഞ്ഞ സൈൻ ചെയ്യണം, സൈൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം അറിയാവുന്ന ആരാണ്? ഓഡിറ്റർക്ക് അറിയാം, അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു കൺട്രോൾക്ക് അറിയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത് ഈ പ്രസിഡന്റിനെ ചൂണ്ടിക്കാണിച്ചില്ല? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ജനറൽ ബോഡി വെക്കുന്നത് ഒരു 3 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വിഷയം ഒന്നും ഉണ്ടാവില്ല. അമ്മ സംഘടനയ്ക്കകത്ത് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ആള് ഈ പറഞ്ഞ പോലെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരത് അമ്മയെ നല്ല രീതിയിൽ, അതായത് അവിടെയുള്ള അംഗങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ഒരു ഇത്രയും കൈനീട്ടം കൊടുക്കുന്നത് 1 മാസം മുടങ്ങാൻ പറ്റില്ല. അമ്മ സംഘടനയ്ക്കകത്ത് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ആള് ഈ പറഞ്ഞ പോലെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരത് അമ്മയെ നല്ല രീതിയിൽ, അതായത് അവിടെയുള്ള അംഗങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ഒരു ഇത്രയും കൈനീട്ടം കൊടുക്കുന്നത് 1 മാസം മുടങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ റവന്യൂ നമ്മളെ കൂട്ടിക്കൊണ്ടിരിക്കണം, അത് കുറഞ്ഞു പോകരുത്. അപ്പൊ അതിനു വേണ്ടി ശ്വേത എന്ന് പറഞ്ഞ ആള് ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ജനറൽ ബോഡി വെക്കുന്നത് ഒരു 3 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വിഷയം ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ 10 വർഷം ഒരു ഫ്ലാറ്റിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. അതിലുള്ള ബൈലോയും ഈ ബൈലോയും ഒക്കെ ഏകദേശം ഒന്നാണ്. അപ്പൊ എനിക്ക് മനസ്സിലായ സംഭവമാണ്, അത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഈ പറയണത്. ഒരു അസോസിയേഷനിൽ ഒരു ജനറൽ ബോഡി വെക്കുമ്പോൾ കണക്ക് പാസ്സാക്കണം. നമ്മൾ കഴിഞ്ഞിരുന്ന അതിന് മുമ്പത്തെ ഇരുന്നവർ എന്തോ ആയിക്കോട്ടെ, അത് പറയാം, നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കണക്കിൽ ഇത്ര മിസ്റ്റേക്സ് ഉണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ ജനറൽ ബോഡി പറയാം, അത് ശരി, നമുക്കൊന്നും കൂടെ ആയിട്ട് നമുക്ക് കണക്ക് ചെയ്യാമെന്ന് ജനറൽ ബോഡി സമ്മതിക്കണം. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ കയറി പറയാൻ പറ്റില്ല. ജനറൽ ബോഡിയാണ് എല്ലാത്തിന്റെ ആധാരം. ഈ സമയത്ത് എന്തുണ്ടായി? ശ്വേതാ മേനോൻ ഇരുന്ന ആ സമയത്തുള്ള കണക്കുകൾ കറക്റ്റ് അല്ല. ഉണ്ണി ശിവപാൽ ട്രഷറർ എന്ന് പറഞ്ഞ സൈൻ ചെയ്യണം, സൈൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം അറിയാവുന്ന ആരാണ്? ഓഡിറ്റർക്ക് അറിയാം, അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു കൺട്രോൾക്ക് അറിയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത് ഈ പ്രസിഡന്റിനെ ചൂണ്ടിക്കാണിച്ചില്ല? ഇപ്പൊ വെക്കരുത്, അവർക്ക് ആരാ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നത്? ഇവര് ചോദിക്കണമായിരുന്നു. ഒന്നെങ്കിൽ ശ്വേതയുടെ ഭാഗത്താണെങ്കിലും ചോദിക്കാം. ഈ പറയുന്ന ഓഡിറ്റർക്കും ഈ അഡ്വക്കേറ്റിനും അറിയില്ലേ ഇങ്ങനെ ഒരു സാധനം ജനറൽ ബോഡിക്ക് വെച്ചാൽ പാസ്സാകില്ല? അത്രയും അറിവുള്ള ആൾക്കാരാണല്ലോ അവര്. ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ള ആളാണ്. അത്ര ഞാൻ പറയട്ടെ, ഇപ്പം സ്ത്രീകൾ കയറി ഭരിക്കുമ്പോ മിസ്റ്റേക്സ് ഉണ്ടാവാം. അവരൊന്നും ഇതിനു മുമ്പ് ഈ അക്കൗണ്ട് നോക്കി ഇത്രയും ആൾക്കാർ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? 1 വർഷമായിട്ടുള്ളൂ. ഈ 1 വർഷം ആവുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. അല്ലാതെ അവിടെ ബഹളവും കാര്യങ്ങളൊന്നും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ലാലേട്ടന്റെ തൊട്ടടുത്തിരുന്ന ആൾ, അദ്ദേഹത്തിന്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എത്ര വിഷമിച്ചാണ് അദ്ദേഹം ഇരുന്നതെന്ന് അറിയാമോ? കാരണം ഇവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സംഘടനയാണ്. ഇത് മുഴുവൻ കേട്ട് ഒരാൾ ഇരിക്കുമ്പോ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന് വെച്ചാൽ, ഞാൻ അതിനകത്ത് നടന്നൊന്നും പറയാൻ, അമ്മയിലകത്ത് നടന്ന കാര്യങ്ങൾ പറയാനല്ല ഞാൻ പറയണത്. അദ്ദേഹത്തിന്റെ മുഖത്ത് അതറിയാം. അങ്ങനെ ക്ഷമിച്ച് ആ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ഇത്രയും പത്മശ്രീ ഒരു അദ്ദേഹം ഇരിക്കുമ്പോ ആ ഒരു മാന്യത നമ്മൾ കാണിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിനോടെങ്കിലും കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, കണക്കിന്റെ മിസ്റ്റേക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടാൻ കാരണം. ഇത് ചെയ്യേണ്ടതാരാ? ഈ പറയണ അഡ്വക്കേറ്റ് ആണെങ്കിലും പറഞ്ഞു കൊടുക്കാം, നമുക്ക് ഇപ്പൊ വെക്കേണ്ട ജനറൽ ബോഡി ഒരു മെയിലോ എല്ലാവർക്കും ഇപ്പൊ എന്തെല്ലാം വാട്സപ്പിലോ ഒക്കെ കൊടുക്കാം. ഞങ്ങളുടെ കണക്ക് ഉണ്ണി ശിവപാൽ സൈൻ ചെയ്തിട്ട് ചെറിയ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു 3 മാസം 2 മാസത്തേക്ക് നീക്കി വെക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഒരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. തെറ്റ് അവിടെയാണ്. അല്ലാതെ ഇപ്പൊ അൻസിബയുടെ കാര്യമായാലും എല്ലാവരുടെ പ്രശ്നം അമ്മയിൽ സംസാരിച്ചതാണ്, ഞാൻ കേട്ടതാ. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും മെയിൻ കാര്യം ഇതാ, കണക്ക് പാസ്സാകാതെ ഒരിക്കലും നമുക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. അപ്പൊ ഇത് എന്റെ മനസ്സിൽ തോന്നുന്നു, എനിക്ക് ട്രാപ്പിഡാണ്. ഇതെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഓഡിറ്റർക്കും ഒരു അഡ്വക്കേറ്റും അറിയാത്തൊരു കാര്യം ശ്വേത എങ്ങനെ മനസ്സിലാക്കും? ശ്വേത നിരപരാധിയാണ് അതിനകത്ത്. ഞാൻ പറയും, തുറന്നു പറയും, ആ ശ്വേത നിരപരാധിയാ, അവർക്ക് അറിയാൻ വയ്യായിരുന്നു. പിന്നെ ഉള്ളതാരാ?
ഒരു പ്രസിഡന്റിനല്ല അധികാരം, സെക്രട്ടറിക്കാ. ഞാനാണ് ആ ഫ്ലാറ്റിൽ 10 വർഷം സെക്രട്ടറി ആയിരുന്ന ഞാൻ എന്തുമാത്രം ആ ഫ്ലാറ്റിന് വേണ്ടി ഓടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് അടക്കം ബില്ലടക്കം എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. നാളെ ഇത് കാണുമ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ അതെല്ലാം വേണം. ഒരു കഷ്ണം ഞാൻ 1 രൂപയുടെ ഒരു സാധനം, ഒരു ചെറുനാരങ്ങ മേടിച്ചപ്പോൾ ഞാൻ കണക്ക് കൊടുക്കുമായിരുന്നു. കാരണം നാളെ അതുമ്പോഴായിരിക്കും പിടിക്കുക. അപ്പൊ അതുകൊണ്ട് ആ കണക്ക് കറക്റ്റായിട്ട് ഇവര് കൂട്ടമായി ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ട്രഷറി പോയി ഇങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ വന്നു. ഈ പ്രശ്നങ്ങൾ വന്നെങ്കിൽ പോലും ശ്വേത ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അതെല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ ചെയ്യേണ്ടതാ. കുക്കു ആണെങ്കിലും ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി ഇരുന്ന് ഈ കണക്ക് കറക്റ്റാണോ നോക്കി എല്ലാവരും കൂടി ചേർന്നാലും ഒരു സംഘടനയിലെ അസോസിയേഷൻ നന്നായി വരുള്ളൂ. അല്ലാണ്ട് ഒരാൾ മാത്രം വിചാരിച്ചാൽ നന്നാവില്ല. അതൊന്നും ചെയ്യാത്തതിന്റെ ഫലമാണ്. അതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് ഇവര് തന്നെയാ. ഇവര് അഡ്വക്കേറ്റിന് പറഞ്ഞു കൊടുക്കായിരുന്നു, നിങ്ങൾ ഇത് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ വെക്കണ്ട, ജനറൽ ബോഡി അംഗീകരിക്കില്ല, നിങ്ങളുടെ കാര്യം പോകുന്നു. എന്ത് പറഞ്ഞു കൊടുത്തില്ല? പറഞ്ഞു കൊടുക്കാമായിരുന്നില്ല. ഞങ്ങളൊക്കെ അറിയണത് എപ്പോഴാ? ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് അറിയണത് പാസ്സായിട്ടില്ല. ഇല്ല, ട്രഷറി ഒപ്പിടാത്ത കാര്യവും ഉണ്ണിശിവപാല് ഇതെല്ലാം നമ്മൾ അറിയണത് ആ സ്പോട്ടിലാണ്. നമ്മള് ഞാൻ പറയട്ടെ, എനിക്കൊന്നും വലിയ വിവരമുള്ള ആളൊന്നുമല്ല. ഞാൻ ഉള്ള സത്യം, എനിക്ക് കണക്കും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ നമ്മൾ 10 വർഷം ഒരു ഫ്ലാറ്റിൽ ഇരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കണക്കുണ്ടെങ്കിലേ ജനറൽ ബോഡിയിൽ പാസ്. അതും 21 ദിവസം മുമ്പ് കൊടുക്കണം. എന്തിനാണെന്നറിയോ? നമ്മൾ ഈ കൊടുക്കുമ്പോൾ ഈ കണക്കെല്ലാം എല്ലാ അംഗങ്ങളും വായിച്ച് അറിവിൽ ചിലരൊന്നും വായിക്കാനോ നോക്കോ ഒന്നും ചെയ്യില്ല. ശരി, ഓക്കെ. അതേസമയം ഇതിനകത്തുള്ള ചില ആൾക്കാർ ഇത് മൊത്തം വായിക്കും. ഒരു മിസ്റ്റേക്ക് ഇനി കണ്ടുപിടിക്കുന്ന ആൾക്കാർ ആ ജനറൽ ബോഡിയിലുണ്ട്. എനിക്കറിയാം, എല്ലാ വർഷവും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു ചെറിയ കണക്ക് വ്യത്യാസം ചോദ്യം ചെയ്യും. അതൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോ എന്തിനാണ് നമ്മൾ ഈ കണക്ക് ശരിയായെന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ നിൽക്കുന്നത്? അപ്പൊ ഇപ്പോഴും ചെയ്യായിരുന്നു. ഇപ്പൊ ചെയ്യായിരുന്നു എന്താ വെച്ചാൽ, ശരി ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, മനഃപൂർവ്വമല്ല. ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരോട് ചോദ്യം ചെയ്യാനൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? ആ സമയത്താണ് ഒരുപാട് സംസാരവും. ശ്വേത കുറേ നേരം പിടിച്ചു നിന്നു. ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, അത്ര നേരം സ്ട്രഗിൾ ചെയ്ത് നിന്നു. എനിക്ക് ഇത്തിരി സമയം തരണം. എന്നാ വെച്ചാൽ അറിവില്ലാത്തോണ്ടാണ് അത് പറയണത്. നമ്മളിപ്പോ ഒരു സംഘടനയ്ക്കകത്ത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ നമുക്കൊരു യൂണിറ്റ് അല്ലേ വേണ്ടത്. തല്ലിപ്പിരിഞ്ഞ് എല്ലാവരും പുറത്തു പോയി തോന്നിയ പോലെ വിളിച്ച് പറയണതല്ലല്ലോ വേണ്ടത്. ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് സാരമില്ല, ഞങ്ങളൊക്കെ കൂടെയില്ലേ, നമുക്ക് ചെയ്യാന്ന് ഒരു വാക്ക് ഒരാളും പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട്? നമുക്കൊരു സംഘടന ആൾക്കാരെയൊക്കെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും. എളുപ്പമല്ലേ? ഇപ്പോ ഇറങ്ങിപ്പോ, നിങ്ങൾ എന്തിനു നിൽക്കണു? ഒരിക്കലും പറയരുത്. ഞാൻ ഇതിനൊക്കെ എതിരാണ്. ഞാൻ എപ്പോഴും സത്യസന്ധമായിട്ട് പറഞ്ഞു പോകുന്ന ഒരാളാണ്. എൻ്റെ നിലപാടിന് ആരെന്നെ എത്ര ടാർഗറ്റ് ചെയ്ത് എത്ര PR വർക്ക് ചെയ്താലും ഞാൻ പറയാനുള്ളത് എവിടെയും പറയാതിരിക്കില്ല. ചേച്ചി ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ എന്റെ ഒരു സംശയമാണ്, ശ്വേത ചേച്ചി ഇപ്പൊ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ശ്വേത ചേച്ചിയോട് അൻസിബ ചെന്ന് ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, അപ്പൊ അവിടെയാണല്ലോ ഇതിന്റെ എല്ലാം തുടക്കം വരുന്ന. നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് അവിടെയാണ്. ടിനി ടോം ചേട്ടനായിട്ട് അൻസിബയ്ക്ക് ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ശ്വേത ചേച്ചിയെ ചെന്ന് കാണുന്നു. അപ്പോ ചേച്ചി പറഞ്ഞ ഒരു കാര്യം, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ശ്വേത ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാള് അത് അന്ന് അവിടെ സംസാരിച്ച് തീർത്തിരുന്നെങ്കിൽ ഇതിന് ഇത്രയും വിഷയത്തിലേക്ക് എത്തില്ല എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഞാൻ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും ഇപ്പൊ ഒരു പ്രസിഡന്റിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ, എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നപ്പോൾ എന്നെ അന്നത്തെ സെക്രട്ടറി വിളിച്ച് പറഞ്ഞെന്താണെന്നറിയോ? പ്രിയങ്ക, ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അമ്മയിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അമ്മയെ തീർക്കുന്നത്. നമുക്ക് ജോലി സംബന്ധമായ കാര്യം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതൊക്കെ തീർക്കാം. ഈ സമയത്ത് എന്താണ് ചിലപ്പോൾ സത്യാവസ്ഥ എന്നറിയാതെ പറയുന്നതായിരിക്കും. ഞാൻ ശ്വേതയുടെ സൈഡിൽ നിന്ന് സംസാരിക്കില്ല. അതിനകത്ത് സത്യസന്ധമായിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി അതൊന്ന് കൂടി ആലോചിച്ച് എന്താണ് മറുപടി കൊടുക്കേണ്ടതാണ്. ഒരിക്കലും ഞാൻ അൻസിബ ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയില്ല. കാരണം അൻസിബ ആരും വോട്ട് ചെയ്യാതെ തെരഞ്ഞെടുത്ത ഒരാളാണ്. ഞങ്ങളെല്ലാവരും അത്രയും ഇഷ്ടപ്പെടുന്നതാണ്. അവൾ അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അൻസിബയ്ക്ക് അതിന് കഴിവുണ്ടില്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും വഷളായത് എപ്പോഴാണ്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ആ ജനറൽ ബോഡി വരെ കാത്തിരിക്കാൻ അൻസിബയ്ക്ക് പറ്റുമായിരുന്നില്ലേ? ശ്വേതയെ വിടൂ. അല്ലാതെ എത്രയോ വലിയ ആൾക്കാർ അതിനകത്തുണ്ട്. ജസ്റ്റ് അത്രയും വരെ ഒന്ന് കാത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വർഷം ഞാൻ തിരിച്ചു ചോദിക്കുക, വഷളാവുമായിരുന്നോ? എന്നിട്ട് എന്തായി? വാർത്തക്കാരാണോ ഇത് ശരിയാക്കി കൊടുത്തത്? മാധ്യമങ്ങൾ ശരിയാക്കി കൊടുത്തോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ സംഘടനയ്ക്കകത്ത് ഒരാൾ പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ ടിനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ടിനിക്ക് സപ്പോർട്ട് ചെയ്തതല്ല. എല്ലാവരും പറഞ്ഞു പ്രിയങ്ക ടിനി. ഞാൻ എന്താ ചെയ്തത്? ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ടിനി എന്നെ വിളിച്ച്, പത്രക്കാരൊക്കെ അവിടെ കത്ത്, ഞങ്ങളത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താ സംഭവം നമുക്കറിയുന്നില്ലല്ലോ. ഞാൻ ചെന്നു. അപ്പോൾ അൻസിബ രാജിവെച്ചത്
ജോലി സംബന്ധമായ കാര്യം ഫാമിലി കാര്യങ്ങളും ആയതുകൊണ്ടാന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയി കണ്ടു. ഞാൻ പോയി ശ്വേതയോട് പോയി സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുമ്പോ അത് എന്താണ് അതിന്റെ പുറകിൽ നന്നിട്ടോളം പറയണമെങ്കിൽ നീ നാളെ എന്റെ നേരെ ആയിരിക്കും പ്രശ്നം വരിക. അതുകൊണ്ട് ഞാൻ പോയി സംസാരിച്ചപ്പോ ശ്വേത എന്നെ കാണിച്ചു ഇതാണ് മെയിൽ വന്നിരിക്കണേന്ന്. അപ്പൊ ഞാൻ ടിനി എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് തന്നെയാ. പക്ഷെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അൻസിബ കൊണ്ടുവരട്ടെ, അൻസിബയുടെ ഒപ്പം ഞങ്ങൾ നിൽക്കുള്ളൂ തെളിവുണ്ടെങ്കിൽ. ഇനി ഇപ്പോ വേറൊരു പാർട്ടി പറഞ്ഞ് കേട്ടു, അതൊരു തെളിവായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ടെ. നിയമവും പോലീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കോടതി പോയല്ലോ, ഇപ്പൊ കോടതിയിൽ നിന്ന് വന്നില്ലേ, അപ്പോ നമുക്ക് എല്ലാത്തിനും പിന്നെ സൊല്യൂഷൻ ഇല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, 1 മാസം കൊണ്ട് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര ആവുമായിരുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞ അമ്മയുടെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും ആരാധിക്കുന്ന ആക്ടേഴ്സ്, ഇപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെയൊക്കെ അഭിനയം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്കിപ്പോ മെയിൻ സ്ട്രീം മാധ്യമങ്ങളടക്കം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പലരും വന്ന് ഇതുപോലെ അവിടെ ഒരു കാര്യം പറയുന്നു, ഇവിടെ ഒരു കാര്യം പറയുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങൾ നടന്നു തുടങ്ങി നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് ടിനി ടോം ചേട്ടനും അൻസിബയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. പക്ഷെ ഇപ്പൊ ആ ഇഷ്യൂ ഇല്ല. ഇപ്പൊ ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലുള്ള ഇഷ്യൂ ആണ് മുമ്പിൽ നിൽക്കുന്നത്. ആ ഇഷ്യൂ മുങ്ങിപ്പോയി. അതില് അങ്ങനെ ഒരു മുങ്ങിയിട്ടില്ല. ഇന്നിപ്പോ കോടതി വിധി വന്നല്ലോ, അൻസിബയ്ക്ക് വീണ്ടും. പക്ഷെ ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിട്ടെ, ഇപ്പൊ അൻസിബയുടെ സൈഡ് പറയുന്നല്ല, ഞാനാണെങ്കിലും എനിക്ക് ഒരു റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരാണും പെണ്ണും തമ്മിൽ ഒരു ബന്ധം മാത്രമല്ല, ചിലപ്പോ ഒരു നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ പോലും നമ്മളെ സേഫായിട്ട് നോക്കുന്ന ആൾക്കാരുടെ എല്ലാം ഈ ബന്ധങ്ങളായിട്ട് കണക്കാക്കരുത്. പിന്നെ വെള്ളം അടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്, നിങ്ങൾ അറിയാം, ആണുങ്ങളെ രണ്ടെണ്ണം അടിക്കുന്നത്, പെണ്ണുങ്ങളും ഇപ്പൊ രണ്ടെണ്ണം അടിക്കുന്നുണ്ട്. അടിച്ചോട്ടെ, ഈ അടിക്കുന്നത് തെറ്റല്ല. ഇന്നിപ്പോ ചായ കുടിക്കുന്ന പോലെ പെണ്ണുങ്ങളായാലും നമ്മളെല്ലാവരും ഓരോ ഒക്കേഷനിൽ പോകുമ്പോ 2 അടിക്കോ ബിയർ അടിക്കോ, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇപ്പൊ കാലം മാറി അല്ലേ? എന്ത് നോക്കാം, ഓരോ കുടുംബത്തിൽ മൊത്തം ആൾക്കാർ ഇരുന്ന് കഴിക്കും. അതെ, ഞാൻ കഴിക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ, അത് എന്റെ ഒരു തീരുമാനമാണ്. എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ കയ്പുള്ള ഒന്നും കഴിക്കാറില്ല. ഇതിന് കയ്പാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ സാധനം ഒന്നും കഴിക്കാം. പക്ഷെ എന്നെ അറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കഴിച്ചോട്ടെ. ഇപ്പൊ അൻസിബ 2 കഴിച്ച എന്താ തെറ്റെന്താ? ആർക്കും കുറ്റം പറയാനൊന്നും ഇഷ്ടമല്ലേ? ഇനി കഴിച്ചിട്ട് അൻസിബ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി, ഇഷ്യൂ ഉണ്ടാക്കി, റോട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ അത് പ്രശ്നമാണ് അല്ലേ? അത് ആരായാലും അങ്ങനെ ഉണ്ടല്ലേ. നമ്മള് സ്നേഹപൂർവ്വം ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ക്ലോസ് ആയിരിക്കും. വെള്ളം അടിക്കുന്നു, കിടക്കുന്നു, ഒരുമിച്ചേ നടക്കും, ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് പ്രശ്നം വരുമ്പോ എത്രത്തോളം നമ്മൾ മിണ്ടാതിരിക്കുന്നോ അതാണ് ആ സ്നേഹം എന്തുണ്ടാവുക. നാളെ എല്ലാവരും അതാ കാണുക. ഇപ്പൊ നമുക്ക് തന്നെ തോന്നില്ല, അയ്യോ വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, മതി, എന്തിനാ വെറുതെ. ഇപ്പൊ അൻസിബയാണെങ്കിലും ഞാൻ ഇപ്പൊ വേറെ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. നമ്മൾ മനുഷ്യന്മാർ ഇനി വളരെ കുറച്ച് ജീവിതമുള്ളൊന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോരുത്തരുടെ സലീമേട്ടൻ സംസാരിച്ച് ഇങ്ങോട്ട് വന്ന് 2-3 ദിവസത്തിനുള്ളിലാണ് സലീമേട്ടൻ പോയത്. അങ്ങനെ ഓരോരുത്തരും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും സ്നേഹപൂർവ്വം ഒന്ന് അടുത്ത് പിടിച്ച് ജീവിക്കാൻ നോക്കുക. മുന്നോട്ട് വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് ജീവിക്കാൻ നോക്കണം. ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ പറയട്ടെ. 5 പേരാണ് ഈ കഴിഞ്ഞ ദിവസം മരിച്ചത്. ആ പിറവം പോലീസ് സ്റ്റേഷനിൽ ദിനിൽ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം മാക്സിമം അവരെ സേവ് ചെയ്യാൻ നോക്കി. ഒരാള് പോലും അതൊന്ന് നേതൃത്വം ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാൻ നോക്കിയോ? ഇതെന്തൊക്കെ നടക്കുന്നു? ആ ഒരു 10 പത്രവാർത്തയോ അല്ലെങ്കിൽ മീഡിയയിലോ വന്നിരുന്നെങ്കിൽ ഇന്ന് അവരുടെ ജീവിച്ചിരിക്കൂലേ അവര്? 5 പേര് ഗതിയില്ലാതെ അദ്ദേഹം ഭാര്യയും കുട്ടികളും കൂടെ ചേർത്ത്. ഈ പോലീസുകാർ ഈ പറയുന്ന പറവുള്ള പോലീസ് അവർ മാക്സിമം നോക്കിയത്, എന്നിട്ട് അവരുടെ പേരിൽ കുറ്റം. അവരൊരുപാട് നോക്കിയതാ, എനിക്കറിയാം. ഈ ദിനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞതാ. ഇത് കഴിഞ്ഞപ്പോഴാ പറഞ്ഞ പ്രിയങ്ക ചേച്ചി പോയട്ടോ. അപ്പൊ ഞാൻ അറിയണത് തന്നെ അതൊന്ന് കുറച്ചും കൂടെ വൈഡായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ അവര് രക്ഷപ്പെട്ടേനെ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. 3 കുട്ടികളും ഭാര്യ ഇവരൊക്കെ ഒരു നിമിഷം നേരം കൊണ്ട് വെള്ളത്തിൽ പോയി മരിച്ചെന്നുള്ളതാ. ഭക്ഷണം കഴിക്കാനും ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ. അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ മാധ്യമങ്ങളിലാണെങ്കിലും കുറച്ചൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലും അറിഞ്ഞു ചെന്നിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ നിൽക്കുന്ന ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടാൻ. അറിയുന്നില്ല, അതാണ് മെയിൻ ആയിട്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ അറിയും. ഈ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത്. അല്ലാത്ത ഒന്നും അറിയില്ല, അങ്ങനെ കിടക്കും. ഇന്നും എന്നെ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനല്ലാന്നും അത് വേറെ കോഴിക്കോടുള്ള ഒരാളായിരുന്നു എന്നും പണ്ട് അഭിനയിച്ചതൊന്നും ആർക്കും അറിയണ്ട. ഇത് കേസ് നിർത്തി ഞാൻ ജയിച്ചതാണ്, ഇത് ഞാനെല്ലാം തെളിയിച്ചാണ്, ഇതൊക്കെ വന്നു പോയതാണ്. ഇത് പിന്നെ ചിലർക്ക് അറിയില്ല, ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, ഒരു സുഖം. അവർ സൂചിച്ചോട്ടെ. ഞാൻ പറയും നിങ്ങൾ എന്ത് പറഞ്ഞു, നമുക്കതൊന്നും വിഷയമില്ല. കാര്യം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ.
ഏക്കില്ല അങ്ങനെ എന്റെ അടുത്ത് ഏക്കില്ല, എന്തും പറഞ്ഞോട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ബിസിനസ് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായ ആൾ തന്നെയാണ്. അത് ഈ കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം, എനിക്ക് ബാധ്യതയുള്ള ആൾക്കാർക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ട് എന്താ, ഒരാൾക്ക് പോലും ഞാൻ കൊടുക്കാതിരിക്കുക. കാരണം അവര് കഷ്ടപ്പെട്ട പൈസ നമ്മുടെ കയ്യിൽ നമ്മൾ വരുന്ന ചെയ്താണ് നമ്മൾ അതെ 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 മുന്നോട്ട് വരുന്നത്. എനിക്കിവിടെ കുത്തുന്ന എനിക്കാരും ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടുന്ന് ഒരാളോട് ചോദിച്ചാൽ പോലും ഒരാൾ പോലും സഹായിക്കില്ല സാമ്പത്തികമായിട്ട്. വെറുതെ തോന്നുന്നതാ. അവൾ എത്ര അടുത്ത ആൾക്കാരുണ്ടായിക്കോട്ടെ, ബുദ്ധിമുട്ട് വന്ന് നോക്ക്, ഉണ്ടാവൂല. അനുഭവം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെടണം, നമ്മൾ ജോലി ചെയ്ത് ജീവിക്കണം, നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ച് തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണമെങ്കിൽ ആവായിരുന്നല്ലോ, ഒരു സബ്സ്ക്രൈബ് ഒക്കെ തുടങ്ങി കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എല്ലാം തീർക്കായിരുന്നു. ഞാൻ ആ നിലപാടിന് ചേരുന്ന ആളല്ല, എന്നെ കൊണ്ട് പറ്റൂല. ഈ സംഘടനയിൽ നടക്കുന്ന ഇഷ്യൂസ് പല ആൾക്കാരും എടുക്കുന്ന രീതി പലതാ. ഇപ്പൊ അതിൽ നടക്കുന്ന പല ചർച്ചകളും പുറത്തേക്ക് നമ്മൾ കേൾക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് ജഗദീഷ് ചേട്ടൻ കൊടുത്ത ഒരു ഇന്റർവ്യൂ അല്ല, ചെറിയൊരു ബൈറ്റ് കൊടുത്തത് കുറെ ആളുകൾ പറയേണ്ടത് അത് ഭയങ്കര ഇപ്പൊ നമ്മൾ കേട്ടവർക്ക് തന്നെ ഭയങ്കര മെച്ചോർഡായിട്ട് സ്ത്രീകൾ വന്നത് കൊണ്ടല്ല അമ്മയിൽ ഒരു ഇഷ്യൂ ഉണ്ടായത് എന്ന് പറയുകയും അതൊരു എക്സ്പീരിയൻസിന്റെ കുറവാണ്, അവർക്ക് വേണ്ട സമയം കൊടുത്തില്ല, ഭയങ്കര മെച്ചോർഡായിട്ട് സംസാരിച്ചു. എന്നാൽ ഓപ്പോസിറ്റ് കുറെ ആൾക്കാർ അത്രയും പോലും മെച്ചൂരിറ്റി ഇല്ലാതെ, അതും ഇതിന്റെ ഭാരവാഹി സ്ഥാനത്ത് ഇരുന്നിരുന്ന ആൾക്കാരാണ്. അപ്പൊ ശരിക്കും നമ്മൾ പറയും സിനിമാക്കാരുടെ ഇടയിൽ പൊളിറ്റിക്സ് ഉണ്ട്, നമുക്കതൊരു സംശയമായിരുന്നു ഇത്ര നാളും. ഇപ്പൊ അത് ഉറപ്പാക്കുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ മാറിയില്ലേ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്ത് നമ്മൾ ഒച്ചപ്പാടും ബഹളം എടുത്ത ആൾക്കാരെ ഇറക്കി വിടാനല്ല നോക്കേണ്ടത്. ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി ജനബോഡി കൊണ്ട് കയ്യടി മേടിപ്പിച്ച് ജനബോഡിയുടെ സപ്പോർട്ട് മേടിക്കുക. എന്നിട്ട് ഇവരെ വീണ്ടും ഇരുത്തിയിടുന്നതാണ്. ഇവർ പിരിഞ്ഞു പോകേണ്ട ആൾക്കാരല്ല അവരൊന്നും. അമ്മയുടെ മക്കളല്ലേ. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് തിരുത്തിയിട്ടല്ലേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്താ ഇനി മാത്രം അന്താരാഷ്ട്ര ഭയങ്കര സംഭവമൊന്നുമില്ല അതിനകത്തുള്ളത്. ഈ ആൾക്കാർക്ക് കൊടുത്ത പേയ്മെന്റ്, വന്ന പേയ്മെന്റ്, അതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെയാ. അല്ലെങ്കിൽ നമ്മൾ മിസൈൽ വാങ്ങിച്ചതോ അങ്ങനെയുള്ള കണക്കൊന്നും അല്ലല്ലോ ഇതിനകത്ത്. ഈ സാമ്പത്തിക പ്രശ്നമുള്ളത് ഒത്തിരി സമയം കൊടുത്ത് അവരെ ഓഡിറ്ററെ വെച്ചു. ഇവര് ഓഡിറ്റർ പാസ്സാക്കുന്ന ജനബോഡി വീണ്ടും വെച്ച് ഒന്നുകൂടെ ക്ലിയർ ചെയ്തു. ഞങ്ങൾക്ക് ഇത്ര സമയം വേണം, അനുവദിക്കണമായിരുന്നു. അതാ ചെയ്യേണ്ടത്. അല്ലാതെ തോന്നിയ പോലെയൊക്കെ വിളിച്ച് ആര് പിടിച്ച് നിൽക്കും? ഇതൊക്കെ എത്ര നേരം ശ്വേത നിന്നു? ഒരു സ്ത്രീ എന്നുള്ളതൊക്കെ എനിക്ക് സത്യസങ്കടം വന്നു. മല്ലിയ ചേച്ചി പറഞ്ഞത് കറക്റ്റാ. എത്ര നേരം ഒരു സ്ത്രീ നിൽക്കും? ഈ ഒരു കാരണം പറഞ്ഞിട്ടാ നടക്കില്ല, പാസ്സാവില്ല, ജനപൊടി കണക്കില്ല. എന്ത് കണക്കില്ല എന്നുള്ളത്? കണക്കില്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടെന്ന് ശ്വേത പറയുന്നുണ്ട്. പ്രഷർ സൈൻ ചെയ്തിട്ടില്ല, തെറ്റ്. ആ ഓഡിറ്റർ പറയണു, ഓഡിറ്റർ ചെയ്തെന്ന് പറയാണ്. ഫുള്ളാണോ ഓഡിറ്റിങ്, ശരിയാണോ? അല്ല, ചില സ്ഥലത്ത് തീർന്നു. അയാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പാസ്സാക്കണം എങ്ങനെയാ? പിന്നെ 21 ദിവസം മുമ്പ് കൊടുക്കണം നിർബന്ധമാണ്. നമുക്കിത് കാണണ്ടേ? തലേ ദിവസം കിട്ടി ഞങ്ങൾ എന്ത് മനസ്സിലാക്കാനാ? ഞാൻ നോക്കിയിട്ടല്ല, ഈ നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ടൈം കൊടുക്കണം. എന്നിട്ടേ ജനബോഡി വെക്കാൻ പാടുള്ളൂ. ഇത് നിയമമുണ്ട്, ബൈലോയിലുണ്ട്, അതൊക്കെയാണ് നോക്കേണ്ടത്. ഇത് പറ്റിയില്ല. നമ്മുടെ സഹോദരന്മാരൊക്കെ അല്ലേ എല്ലാവരും. ഒരു സമയം കൊടുത്തു, ശരി, ഒത്തിരി സമയം എടുത്ത് അത് ശരിയാക്കിയിട്ട് നമുക്ക് വെക്കാം. ആരൊക്കെ കുഴപ്പം? പഡ്കോ കമ്മിറ്റി വന്നിട്ടുണ്ട്. ആ കമ്മിറ്റി വന്നിട്ട് മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർ നോക്കട്ടെ. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ശ്വേത ഇറങ്ങി പോവുകയും ചെയ്തു, രാജിവെച്ചു എന്നും പറഞ്ഞു. രാജിവെക്കരുതായിരുന്നു. തിരിച്ചു വരുമോ ശ്വേത ചേച്ചി? ഇനി വരാതിരിക്കില്ലെന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം കണക്കൊക്കെ തീർന്ന അമ്മയുടെ മക്കളല്ലേ, അത് ഒരുമിപ്പിക്കാൻ ഒരുപാട് പ്രഗത്ഭർ അതിനകത്തുണ്ടല്ലോ. നോക്കാം, വരാതിരിക്കില്ല. ചേച്ചി അങ്ങനെ പറയുമ്പോ ഞാനിപ്പോ അടുത്ത അൻസിബാസൻ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ കേൾക്കണ്ടായി, നമ്മളും കേട്ടതാണ്. ശ്വേത ചേച്ചി ഈ സ്ഥാനത്തേക്ക് വന്ന സമയത്ത് പറഞ്ഞിരുന്നു, കുറച്ച് നാളുകൾ മുന്നേ നമ്മളെല്ലാരും നടക്കുന്ന ഒരു ഇഷ്യൂ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ നടന്ന് അതിപ്പോ ഇതൊരു ഫൈനൽ ഇതിലേക്ക് എത്തി. പക്ഷെ എന്നാൽ പോലും അതിലെ അതിജീവിത ഈ കമ്മിറ്റിയിൽ ഇല്ല, ഇവിടുന്ന് പോയി. അതിനുശേഷം നമ്മൾ അതിജീവിതയെ തിരിച്ചു വിളിക്കും എന്ന് ശ്വേത ചേച്ചി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. പക്ഷെ അതിനുശേഷം വിളിച്ചോ? എന്തുകൊണ്ട് വിളിച്ചെങ്കിൽ തന്നെ വന്നില്ല? അപ്പം അതിൽ അൻസിബാസൻ പറഞ്ഞത്, ശ്വേത ചേച്ചിയോട് ചോദിച്ചപ്പോ ശ്വേത ചേച്ചി പറഞ്ഞു, എന്താ അത് സംഘടനയിലുള്ള പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടുണ്ട്, ആ കുട്ടിയെ തിരിച്ചു വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് ശ്വേത ചേച്ചി പറഞ്ഞു എന്നാണ് അൻസിബാസൻ പറഞ്ഞത്. അതിൽ എത്രമാത്രം സത്യസന്ധത? അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. ആ കുട്ടിയെ എങ്ങനെ നമ്മുടെ സംഘടനയ്ക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിച്ച് എങ്ങനെയും കൊണ്ടുവരണം. അതെ, ഇത്രയും വിഷമവും കാര്യങ്ങളൊക്കെ എന്തിനാ? വഴക്കും ബഹളത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, കൊണ്ടുവരണം. അതേപോലെ തന്നെ ഞാൻ രണ്ടുപേരും അവിടെ ഇവിടെ നിൽക്കുന്നതല്ലേ. സംഘടനയെ വന്നിട്ട് തീർക്കാൻ പറ്റുമോ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൊണ്ടുവരാതിരിക്കാൻ ട്രൈ ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ചോദിക്കണം.
നിങ്ങൾ ആരെങ്കിലും അതൊരു അറിയില്ലല്ലോ, ഇല്ല. കാരണം നമ്മുടെ അടുത്ത് ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. നമ്മള് അന്ന് ചിന്തിച്ചായിരുന്നു എല്ലാവരും പുറത്തു പോയവരെല്ലാവരും ഒരു ലെറ്റർ എന്തായാലും അയച്ചിട്ട് നമ്മുടെ ഒരു എല്ലാ സ്ത്രീകളാണ് അയച്ചിട്ട് ചോദിക്കുക വരാൻ താല്പര്യം, നിങ്ങൾക്ക് എന്താണ് റീസൺ ഉള്ളത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്താണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, അമ്മയിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാം. അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ചോദിക്കാൻ ഈ പറഞ്ഞ പോലെ സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഇവരൊക്കെയാണ് ആലോചിക്കേണ്ടത്. ഇവർ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരുന്ന് മീറ്റിംഗ് വെക്കൂലേ, ഈ സമയത്തൊക്കെ ആലോചിച്ച് ഇവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കറിയില്ലല്ലോ ഇവിടെ എന്താ നടക്കണേന്ന് പോലും നമുക്കറിയില്ല. കാരണം അവരെന്താണ് ചർച്ച ചെയ്യണേ, എന്തൊക്കെയാണ്, കണക്കാണോ പ്രശ്നങ്ങളാണോ നമ്മൾ കയറി നോക്കാറില്ലല്ലോ. അതെ, ഇപ്പൊ സംഘടനയിൽ നടക്കുന്ന ഇഷ്യൂസ് എല്ലാം പേഴ്സണൽ ഇഷ്യൂസ് ആയി മാറിക്കഴിഞ്ഞു. അമ്മ ഇഷ്യൂ എന്നതിനേക്കാൾ ഉപരി അവരുടെ, അതായത് ചേച്ചി നേരത്തെ പറഞ്ഞില്ല, നമ്മൾ അടുപ്പത്തോട് നിന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പല സീക്രട്സും ഇപ്പോ അത് എനിക്കറിയില്ല, അൻസിബാസൻ കൊടുത്ത ഇന്റർവ്യൂസിലൊന്നും ഒരാളെ പേഴ്സണലി അതെ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ലക്ഷ്മിപ്രിയ ചേച്ചിനോട് കുറച്ച്, കാരണം അത് ഒരിക്കലും അവര് പേഴ്സണലി ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ആങ്കൊച്ചാരും നമ്മളെ ബാധിക്കുന്ന അതും അമ്മയും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധമില്ല, പേഴ്സണൽ ഇഷ്യൂസ് ആണത്. അത് അവിടെ സ്നേഹമായിട്ടിരിക്കും എന്തൊക്കെ ചെയ്താലെല്ലാം ഞാനൊന്നും അങ്ങനെ ഒരിക്കലും പറയില്ല. എന്നെ എത്ര തല്ലിയോട് ഞാനും വിളിച്ച് പറയാറില്ല. അതിനുള്ള താല്പര്യമുള്ള ആളല്ല ഞാൻ. കാരണം അത് നമ്മുടെ സ്നേഹത്തെ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ്. അത് ഞാൻ പറയാറില്ല. പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഇനിയും ഞാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായ ഒരാളാണെങ്കിലും ഞാൻ നേരിട്ടിരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ തയ്യാറായ ആളാണ് ഞാൻ. ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പോകാൻ ഇഷ്ടമല്ല എനിക്ക്. അത്രയും നമ്മൾ അന്ന് സ്നേഹിച്ചതല്ലേ. പക്ഷെ അപ്പൊ അവരുടെ ഒരു ഇനി മുന്നോട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, പലവരും പറഞ്ഞു അതൊരു പെൺകുട്ടിയാണ്, അവർക്കെതിരെ ഇത്രയും വലിയ അലിഗേഷൻസ് പറയുമ്പോ അവരെ അതെങ്ങനെ മാനസികമായി എഫക്ട് ചെയ്യും? ഇതിനകത്ത് വേറൊരു വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൻസിബയ്ക്ക് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവരും അൻസിബ എല്ലാവർക്കും പിന്തുണയുണ്ട്. അൻസിബയ്ക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ സപ്പോർട്ടുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ജനം തന്നെയാണ് നമ്മൾക്കുള്ളത്. ഈ പ്രിയങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ഇത്ര വർഷം കൊണ്ട് സിനിമയിൽ അഭിനയിച്ചെങ്കിലും നിങ്ങൾ ഈ കൊടുക്കുന്ന ചാനലിൽ കൊടുക്കുന്ന ഇന്റർവ്യൂ ഒക്കെയാണ് ആൾക്കാർ പ്രിയങ്ക എന്താണെന്നും എന്റെ നിലപാട് എന്താണെന്നും മനസ്സിലാക്കി അവർ എന്നോട് ഇത്തിരി സ്നേഹം കാണിക്കുന്നത് ഇല്ലേ. ഇനി സ്നേഹം കാണിക്കാതെ എന്തെങ്കിലും കുറ്റമാണെങ്കിൽ അവർ അതിന് മറുപടി തരും ചെയ്യും. അപ്പൊ നമ്മളത് തിരുത്തണം. നമ്മൾ തെറ്റോ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന വാക്കുകൾക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. തിരുത്തി മുന്നോട്ട് പോയെങ്കിലേ വീണ്ടും ജനങ്ങൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ ഒരു അറിവ് നമുക്ക് വേണം. ആ ഒരു നിലപാടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ കമന്റ്സ് വരുമ്പോൾ വിഷമിക്കുന്ന ആരാ? ഇവരൊക്കെ പുല്ലുപോലൊക്കെ തള്ളിക്കളയും. നാളെ ആണെങ്കിലും നമ്മുടെ മോനാണെങ്കിലും വായിക്കേണ്ട സമയത്ത് അമ്മ പച്ച തെറിയ എഴുതി വെച്ചതും കുടുംബത്തിലെ അമ്മമാരാണെങ്കിലും കാണുമ്പോഴും എൻ്റെ ബ്രദറാ എൻ്റെ ആൾക്കാരൊക്കെ കാണുമ്പോഴും ഇത് കാണുമ്പോൾ അവർക്ക് വിഷമം വരും. ഞാൻ അപ്പോൾ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, അമ്മേ എപ്പോഴും നമുക്ക് അങ്ങനെ പോസിറ്റീവ് മാത്രം ജീവിക്കാൻ പറ്റില്ല. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. നാളെ തന്നെ അവർ തിരിച്ചെഴുതും. ഇപ്പോൾ എൻ്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ജനം പറയാണ്, കുറേ കമന്റ്സിൽ കാണാണ് അവർ ഇങ്ങനെയാണ് അതാണെന്നാണ്. ഞാൻ മാക്സിമം അത് തിരുത്താൻ നോക്കും. ഞാൻ പറഞ്ഞ തെറ്റ് എന്താണ് അത് ഞാൻ ആവർത്തിക്കില്ല. കാരണം അവര് ബോധത്തോടുകൂടി നമ്മളോട് പറയുന്നത് എന്തുകൊണ്ടാ? തെറ്റായതുകൊണ്ടാ. അപ്പൊ നമ്മൾ അത് തിരുത്തണ്ടേ? ഞാനാണ് തിരുത്തി മുന്നോട്ട് വരുന്ന ആളാ. ഞാൻ പിന്നെ ആ വിഷയത്തിൽ അധികം സംസാരിക്കാൻ നിൽക്കില്ല. കാരണം എനിക്ക് ജനങ്ങളെ വേണം. കാരണം ആ ജനങ്ങളുള്ളതുകൊണ്ടാണ് പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് സത്യം പറയാം, പുറത്തിറങ്ങുമ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഓരോ വാക്കുകളും ചേച്ചിയുടെ നിലപാട് കറക്റ്റ് ആണ് കേട്ടോ എന്ന് പറയുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണ്ടേ? അപ്പൊ ഞാൻ ആ ഒരു പാതയിൽ തന്നെ നിൽക്കണം. അത് ഞാൻ വിട്ടുമാറൂല. ഇപ്പോ ഉഷ ചേച്ചി കൊടുത്ത ഒരു ഇന്റർവ്യൂല് ചേച്ചി പറഞ്ഞു, ബോർഡ് മീറ്റിങ്ങിന് വന്ന, അതായത് ഭാരവാഹികളെല്ലാം അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിന് വന്നിരുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. വന്ന് തുടങ്ങുമ്പോൾ തന്നെ സംസാരിച്ച് തുടങ്ങിയത് പോലും അടുത്ത അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നമുക്ക് തായ്ലൻഡിൽ നടത്താം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നിസ്സാരവൽക്കരിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ചുറ്റും നടക്കുമ്പോഴും ഒരു സീരിയസ്നെസ് ഇല്ലാതെയാണ് മീറ്റിങ്ങിന് വന്നിരുന്നേ എന്ന് പറഞ്ഞു. അതിൽ എത്രമാത്രം സത്യം ഉണ്ടായിരുന്നു? അതായത് അന്ന് ശ്വേത സംസാരിച്ചു വന്നപ്പോ ആ കൂട്ടത്തില് ഒരു ഓഫർ കിട്ടിയപ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവർക്കും കൂടി ഇന്ന സ്ഥലത്ത് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്, എല്ലാ ചെലവും ടിക്കറ്റും അടക്കം 50 ലക്ഷം രൂപ അടക്കം തരാന്ന് ഒരാള് ശ്വേതയ്ക്ക് ഒരു വാക്ക് പറയുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉള്ളത് പറഞ്ഞു പോയതാണ് ആള്. ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണോ? ആദ്യം ഈശ്വര പ്രാർത്ഥന, അത് കഴിഞ്ഞ് ഇന്ന പോലെ ചെയ്യാം. ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല. അത്രയും ഇവര് ഭയങ്കര അറിവുള്ള ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത്. ഇവര് സാധാരണ വന്ന് ഈ ഒരു വർഷം കൊണ്ട് പഠിക്കുക, നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന്റെ പ്രോട്ടോകോൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിക്കണം. ഇത് പഠിക്കാതെ നമ്മൾ വന്ന് സംസാരിച്ച കൂട്ടത്തിൽ
ഈ ഒരു നല്ലൊരു വാർത്ത വന്നപ്പോ ശ്വേത അത് പെട്ടെന്ന് പറഞ്ഞു. അതെ. നമുക്ക് ഇനി അടുത്ത മീറ്റിംഗ് നമ്മൾ തായ്ലാന്റിൽ നമുക്കെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞത് പറഞ്ഞില്ലേ, നമുക്കെല്ലാം കൈനീട്ടം തരുന്ന ഒരു 1500 രൂപയുടെ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്തേ പറയാത്ത? അതും പറയണല്ലോ. അതും പറഞ്ഞിട്ടുണ്ട് ശ്വേത. അത് ഇത്ര നാളും തന്നിരുന്ന ഒരു 1500 രൂപയുടെ കൂടുതൽ ഇന്ന് വരെ ആ പൈസ കൂട്ടിയിട്ടില്ല, ഇത്രയും വർഷങ്ങളായിട്ടും. അതും പറഞ്ഞല്ലോ. തായ്ലൻഡ് മാത്രല്ല, ഇതും പറഞ്ഞിട്ടുണ്ട് ശ്വേത. അതൊക്കെ നമ്മൾ കേട്ടിരിക്കുക. ഞാൻ പറഞ്ഞേ, എത്രത്തോളം എന്തൊക്കെ ഉണ്ടായാലും അധിക്ഷേപിക്കരുത്. ഒരു ആർട്ടിസ്റ്റാണ്, അവരെത്രയോ പടം ചെയ്തു, നായകന്മാരുടെ കൂടെയൊക്കെ പടം ചെയ്തു, ഹിന്ദി പടം ചെയ്തു, ഒരുപാട് പടം ചെയ്ത ഫേമസ് ആയ ഒരാളല്ലേ ശ്വേത. നമ്മൾ അങ്ങനെ അധിക്ഷേപിച്ച് അവരെ പറഞ്ഞു വിടാൻ പാടില്ല. ചീത്തയും ഇറങ്ങിപ്പോ ബഹളവും ഒച്ചയും ചെയ്യരുത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എന്താണ് പോക്ക്? ഞാൻ ലാലേട്ടന് ഇതേപോലെ ലാലേട്ടനോട് ലാലേട്ടൻ എന്താണ് ഈ കാണുന്നത്? നിങ്ങളൊക്കെ വിചാരിച്ച രക്ഷപ്പെടുത്താൻ പറ്റില്ലേ എന്ന് വെച്ചു. കാരണം പറ്റും, പക്ഷെ ലാലേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ. അദ്ദേഹത്തെ എങ്ങനെ ആ സമയത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ അദ്ദേഹം കയറി പറഞ്ഞ 2 വാക്കുകളുണ്ട്. ഇതൊരു കുടുംബമാണ്, നമ്മൾ തല്ലിപ്പിരിഞ്ഞു പോകേണ്ടതല്ല, സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്റ്റേജിൽ കയറിയിട്ട്. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും പ്രകടനമായി അദ്ദേഹം പറയണത് ഒന്ന് ആ സമയത്ത് കേട്ടിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളില്ലാതെ നിൽക്കായിരുന്നു. ആരെ പോയി പിടിക്കണേ? കേട്ടോണ്ടിരിക്കന്നെ. ഞാൻ മാക്സിമം പിടിച്ച്, ഞാൻ എപ്പോഴെങ്കിലും സേതെ കാണുമ്പോൾ നിങ്ങൾ ഞാൻ അത്രയും പ്രാവശ്യം ഓടിപ്പോവല്ലേ, കെട്ടിപ്പിടിച്ച് പോകരുത്. ഞാൻ തന്നെ പറഞ്ഞ പോകരുത്. ഒരാളും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ശ്വേത പോകരുത്, ഈ രാജിവെച്ചും പോകരുത്, ഇവിടെ ഇരിക്കേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, പോകല്ലേ, രാജിവെച്ച് പോകല്ലേ. 3-4 പ്രാവശ്യം നമ്മൾ അത്രയും ഞാൻ ഓടി ചെന്നിട്ടുണ്ട്. കാരണം എനിക്ക് സംഘടന തമ്മിൽ തല്ലിയ ആൾക്കാർ നാളെ ഇതിനിരട്ടിയല്ലേ പുറത്ത് പത്രവാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുക. അപ്പോഴും ആർക്കാ ബാധിക്കുക? അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക്. ഈ ശ്വേതയ്ക്ക് ആർക്കൊന്നുമില്ല, കൂടുതലും അമ്മയ്ക്ക് എന്നെ ബാധിക്കുക അല്ലേ. സ്ത്രീകൾ വന്നതുകൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും ഇതിന്റെ പിന്നിൽ കളിക്കുന്ന പോലെ ചേച്ചിക്ക് തോന്നുന്നു? എന്നോട് അങ്ങനെ പറഞ്ഞു, ഈ പ്രിയങ്ക ഇത് ടാർജറ്റ് ആണ്, ഇത് പുറകില് കുറെ പേര് കളിക്കുന്നുണ്ട്, നിങ്ങളെ ആ പെണ്ണുങ്ങൾക്കെതിരാണെന്ന് എന്നോട് കുറെ പേര് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ്, പ്രിയങ്കയ്ക്ക് അറിയാത്തോണ്ടാന്ന്. എന്തിനു വേണ്ടി? ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നു? ഇങ്ങനെയുള്ള പ്രശ്നം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം വെച്ചാൽ ഇത്രയും ബഹളം കൂട്ടണ കാണുമ്പോ എന്റെ മനസ്സിൽ ഇതപ്പോ ടാർജറ്റ് തന്നെയല്ലേ, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്താ ഇത്? നിയമസഭയോ പാർലമെന്റ് അങ്ങനെയൊന്നുമില്ലല്ലോ. സാധാരണ ഒരു സംഘടനയല്ലേ, നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയല്ലേ. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ വലിയ കണക്കൊന്നുമില്ലല്ലോ. അതെല്ലാം സുതാര്യമായ കണക്ക് കാണിക്കുക, അതിനുള്ള സമയം കൊടുക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇനി അതല്ല തെറ്റാണെന്നല്ല, അതെന്താന്ന് വെച്ചാൽ നോക്കി അതിനുള്ളത് അവരോട് പറയുക, അതല്ലേ ചെയ്യുക. അത് പറ്റാത്തതുകൊണ്ട് എനിക്കും വിഷമം, സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു ഇത്തവണത്തെ അമ്മയുടെ മീറ്റിംഗ്. സന്തോഷമായിട്ട് പിരിയേണ്ട ഞങ്ങള് സങ്കടത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. സാധാരണ എല്ലാ മീറ്റിംഗും നിങ്ങൾ ഭയങ്കര സന്തോഷം. വൈകുന്നേരം ഡാൻസും പാട്ടും ഉച്ചയ്ക്ക് ബഹളവും ഞങ്ങളേതായത് എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, എങ്ങനെയെങ്കിലും അവിടെ ഇറങ്ങിപ്പോയാൽ മതി എന്നായി. അത്രയും എല്ലാവരും വിഷമായി. ഈ നമ്മൾ പറഞ്ഞു ലാലേട്ടൻ സ്റ്റേജിൽ കയറി ഭയങ്കര വികാരമായി സംസാരിച്ചു എന്നുള്ളത്. പക്ഷെ പല ആൾക്കാരും ഇതിന് മറുപടി പറയാണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മള് വലിയ വലിയ നടന്മാരെന്ന് പറയുന്ന പല ആൾക്കാരും നമ്മളന്ന് അവിടെ കണ്ടുപോലും ഇല്ല മീറ്റിങ്ങില്. ഇപ്പം നമ്മള് ന്യൂസിൽ ഇത് കൊടുത്തിട്ട് ഒന്നും നമ്മൾ കണ്ടില്ല. എന്തായിരിക്കും ചേച്ചി അവരൊന്നും ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് സൈലന്റ് ആയി? അവർക്ക് ഇനി ഇതിപ്പം ചേച്ചി ഇപ്പൊ പ്രതികരിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടോ? ചേച്ചിയെ ഫിലിം ഇൻഡസ്ട്രിന്ന് ചിലപ്പോൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം, പ്രതികരിച്ച പേരിൽ ചാൻസസ് പോയേക്കാം, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പടത്തിൽ വിളിച്ചില്ലേ വേണ്ട, അഭിനയിക്കൂല, വേറെ ജോലി നോക്കും. പരിഭവം പാർവതി എന്റെ സ്വന്തം പ്രൊഡക്ഷൻ പോകുന്നുണ്ട്, അതിൽ അഭിനയിക്കും. പിന്നെ ഒരു മാർഗം ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൊളാബോ കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈവം കൊണ്ടുതരും. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇൻസ്റ്റ അങ്ങ് തുറക്കും, നല്ല കുറെ ചുരിദാർ മെറ്റീരിയൽ സാരികൾ അങ്ങ് വാങ്ങിച്ചു കൊണ്ടുവരും. 600 രൂപയുടെ സാരി ഒരു മാർജിൻ കിട്ടാൻ 100 രൂപ കൂട്ടിയിട്ടാലും ജീവിക്കാനുള്ള വരുമാനം അത് മതി. ഇല്ലെങ്കിൽ നല്ല തട്ടുകട നടത്തും. ഒരു പ്രശ്നമില്ല കാര്യത്തിൽ. എനിക്കൊരു ഭയമില്ല. എന്ത് ഭയം? എന്റെ സിനിമ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്ത പടത്തിന്റെ എണ്ണം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആകെ ഷാജി കൈലാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരവ് എന്ന് പറഞ്ഞ പടം ചെയ്തു, ആരംഭം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. 1, 2, 3 പടം അല്ലാതെ ഞങ്ങൾക്ക് എവിടെ പടം? പിന്നെ എന്ത് നോക്കിയിരിക്കാനാ? ആര് നമ്മളെ വിളിക്കില്ല, ഭീഷണിപ്പെടുത്തുന്ന പറഞ്ഞ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇല്ലെങ്കിൽ വേണ്ട. സീരിയല് സുഗമോ ദേവി 3 വർഷമായി, 1000 എപ്പിസോഡായി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ നല്ല ആക്ട് ചെയ്തോണ്ടിരിക്കുക, 3-4 അവാർഡും കിട്ടി. മതി, നമുക്ക് അഭിനയിക്കാൻ. ഞാൻ പറയില്ല, അമ്മൂമ്മയായിട്ട് അഭിനയിച്ചാലും ഞാൻ പോവും. ഇനി തമിഴോ തെലുങ്കോ വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും. ഇവര് ഇതൊക്കെ പറഞ്ഞ അയ്യോ എന്നെ വിളിക്കുക, ആ പേടിയൊന്നും എനിക്കില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ സംസാരിക്കാത്ത നടന്മാരെയോ ചെറുപ്പക്കാരെയോ ആൾക്കാരെ കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവരെന്താ പറയാത്തെന്നറിയോ? സംഘടനയ്ക്ക് എതിരാവാതിരിക്കാൻ. അതാണ് അവര് സംഘടന സ്നേഹിക്കുന്നുണ്ട്. അതാണ് അവർ കാണേണ്ട ക്വാളിറ്റി. മനസ്സിലായോ? ഒരാൾ പറയുന്നുണ്ടോ
എന്താ പറയാത്ത? അതാണ് എന്റെ ചോദ്യം. അല്ലാണ്ട് വേറൊന്നുമല്ല, അവർക്ക് പറയാൻ അറിയാണ്ടല്ല. അജു വർഗീസ് വന്ന് സംസാരിച്ച നല്ല മാന്യമായി സംസാരിച്ചിട്ട് പോയല്ലോ. എന്തേ? അത്രയെങ്കിലും ഒരാൾ പറഞ്ഞിട്ട് പോയി. അതെ. ബാക്കിയുള്ളവർ എന്താ വെച്ചാൽ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പിണക്കാക്കണ്ട, ഇതാക്കണ്ട. ഇത് പുറത്ത് വരുമ്പോ വരുന്ന ക്യാപ്ഷൻ മുഴുവൻ ഇന്ന പോലെ പറഞ്ഞു. അതെ അതെ അത് വേണ്ടാന്ന് വെച്ച് മിണ്ടാതിരിക്കുക. എന്താ പൃഥ്വിരാജനൊന്നും അറിയാൻ വയ്യാത്ത? ഇത്രയും നല്ല സംസാരിക്കാനും സമർത്ഥനായിട്ടുള്ള ആളല്ലേ പൃഥ്വിരാജ്. എന്താ തീർച്ചയായും. പറഞ്ഞൂടെ? എന്താ പറഞ്ഞേ? അത് പതുക്കെ മാറിക്കോളും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കേട്ടു. ഞാൻ ഇതൊക്കെ എല്ലാം കാണും. കാരണം നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടും കേട്ടിരിക്കണമല്ലോ. അതെ അതെ അപ്പൊ ഞാനിതെല്ലാം വാച്ച് ചെയ്യുന്ന ആളാണ്. അവർക്ക് സ്നേഹമുണ്ട് അമ്മയോട്. അല്ലാതെ ചുമ്മാ പറഞ്ഞ് അവനവന്റെ വിലയും കളഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി മാധ്യമങ്ങളിലും പറഞ്ഞുള്ള വില അവർക്ക് കിട്ടണ്ട. അവരങ്ങനത്തെ ക്വാളിറ്റി ആഗ്രഹിക്കുന്നില്ല. അവരുടെ വാല്യൂ അവരുടെ വാല്യൂ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ പറയുന്നില്ലെന്നേ ഞാൻ പറയുള്ളൂ. അവർ മുന്നോട്ട് വരാൻ തന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നു, സംഘടനയിൽ ഇനി ഈ പുതുതലമുറകൾ വന്നാണ്ടല്ലോ, ഒരു വാഴ എന്ന് പറഞ്ഞ പടം എന്താ കാണിച്ചു വെച്ചേ? അതെ അതെ എവിടെ എത്തിയത്? അതേപോലെ ഇവരൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ അമ്മയിലുള്ള കാര്യങ്ങളെ മാറി ഭയങ്കര പൊസിഷനായി അതിലിരിക്കുന്ന പാവങ്ങളായ നമ്മൾ തന്നെ, ഞങ്ങൾ ഓരോ തവണ അമ്മയെ ചെല്ലുമ്പോഴും ഒഴിഞ്ഞു പോവാണ് ഓരോരുത്തരോരുത്തർ. സങ്കടമാണ് നമ്മൾ ചെല്ലുമ്പോ. ഈ കഴിഞ്ഞ തവണ വന്നാൾ ഇത്തവണ ഇല്ല. തീർച്ചയായും. അപ്പൊ നമ്മൾ ഉള്ള സമയം കുറച്ച് നല്ലതൊക്കെ ചെയ്ത് സന്തോഷമായിരുന്നു. ഇവിടെ ഞങ്ങൾ ആ അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ ആ മീറ്റിംഗ് വരെ സാരിയും ഡ്രസ്സും എടുക്കാൻ വാദിപ്പാ. ഉത്സവമാണ് അന്നവിടെ. എല്ലാവരെയും കാണാനും ലാലേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും മമ്മൂക്കയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും. ആ സെൽഫിയാണ് നമ്മൾ അടുത്ത കൊല്ലം വരെ പിറന്നാളും. അതാണ് ഞങ്ങളുടെ ജീവൻ. ലാലേട്ടന്റെ ഒക്കെ ഒരു എവിടുന്ന് കിട്ടും? നമുക്ക് എവിടുന്ന് എടുക്കാം? അടുത്തിരിക്കാൻ, ഒന്ന് കണ്ടോണ്ടിരിക്കാൻ. ലാലേട്ടൻ മമ്മൂക്കൊക്കെ ഒന്ന് കാണാൻ, അടുത്ത് കാണാൻ. നമ്മൾ പടം അഭിനയിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ലാലേട്ടാ ഒരു സീനായാലും വന്നിരുന്ന അവിടെ ഇരുന്നൊന്ന് കണ്ടോട്ടെ. ഞാൻ ചോദിച്ചിട്ടുണ്ട് മമ്മൂക്കാണ്, ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നെ ഒന്ന് ഇന്ന് കാണാനെങ്കിലും. കാരണം നമുക്കും അത്രയും ആഗ്രഹം, ജനങ്ങൾക്കും ആഗ്രഹമുള്ള പോലെ തന്നെ ഞങ്ങളും. അതുപോലും നിഷേധിക്കുകയാണ് അമ്മയില് ഞങ്ങൾ വരുമ്പോ. ഇപ്പോ സങ്കടം വരെയാണ്. എന്തിനെന്നുള്ള ആലോചിക്കണേ. ആരോട് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതല്ലേ പ്രശ്നം. ഈ 2026 നമ്മളൊന്നും ശരിക്കും മതം പറയേണ്ട ആൾക്കാരല്ല. മതമില്ല. ഇപ്പൊ എല്ലാവരും എന്തിനാണ് മതം എന്ന് ചോദിക്കുന്നവരാണ് പലരും. മതമില്ലാത്തവരാണ് പലരും. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസം, പക്ഷെ എല്ലാവരെയും ഒരേപോലെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ഒരു മതപരമായ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഈ പ്രശ്നം ഇത്രയും വഷളായത്. അതായത് അമ്പലത്തിൽ നിന്നുള്ള ഡൊണേഷൻ സ്വീകരിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന പൈസ നമ്മൾ ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടിൽ ആ പൈസ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും സ്വീകരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പരസ്യം കൊടുക്കരുത്. ഞാൻ ചോട്ടെ, അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്ത ആരാന്നറിയോ? ബഹുമാനിക്കണം അദ്ദേഹത്തെ, മൈജി ഷാജി. അദ്ദേഹത്തിന്റെ ജാതി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പൊന്നാട ചാർത്തി ലാലേട്ടനും മമ്മൂക്കയും കൂടി ജാതി ചോദിച്ചിട്ടാ? എന്താ പൈസ അദ്ദേഹം മുസൽമാനാണല്ലോ. എന്തായാലും ചോദിച്ചോ? ജാതിയില്ല. അവിടെയുള്ള പാവപ്പെട്ട അമ്മമാരെ പോലെയുള്ള കുറേ ആൾക്കാർ ഈ പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ നോക്കണം. അതൊരു ചാരിറ്റിയാണ്. അത് അമ്പലത്തിൽ നിന്ന് തന്നാലും സ്വീകരിക്കാം, എവിടെ നിന്ന് തന്നാലും ചാരിറ്റി സ്വീകരിക്കാം. നിയമപരമായി നോക്കണം സ്വീകരിക്കാമോ എന്ന്. എന്നിട്ട് സ്വീകരിക്കുന്നത് എന്താ തെറ്റ്? ആ അമ്പലക്കാർ അത്രയും പൈസ തന്നെ ആ അമ്പലത്തിലെ വരുമാനം എന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞല്ലോ, നന്ദകുമാറാണ് അതിന്റെ മെയിൻ ആള്. എന്തേട്ടൻ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചതാ ഞങ്ങൾക്ക് അക്കൗണ്ട്. അവരെ 50,000 രൂപയാണ് ഓരോ എടുത്തോണ്ട് പോണത്. അവർക്ക് നോക്കുമ്പോ ഇത്രയും താരങ്ങള്, ഇതേ ആ അമ്പലത്തില് സത്യം പറഞ്ഞ എല്ലാ താരങ്ങളും വന്നിട്ടുണ്ട്. അവിടെ ഒരു ഭയങ്കര ക്രേസാണ് ഈ താരങ്ങളെ കൊണ്ട്. ഒരു ഭാഗം ഞാനുണ്ട്. ഞാൻ വിളിക്കാറുണ്ട്, കൊടുക്കും. നന്ദേട്ടൻ ചോദിക്കാൻ ഇന്ന ആർട്ടിസ്റ്റിനെ വിളിക്കും. ഇങ്ങനെയൊക്കെ ഞാനും ചെയ്തു കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു അമ്പലം. ആ അമ്പലത്തിന് കഴിവുണ്ടായിട്ടാണ് ഈ വരുന്ന ആൾക്കാർക്ക് ഒന്നും നന്ദേട്ടൻ പൈസ കൊടുക്കാത്തല്ല, ഫ്രീ അല്ല വരുന്നേ. എല്ലാവർക്കും പൈസ മേടിച്ച വരുന്നത്. ഗസ്റ്റുകൾക്കൊക്കെ പൈസ ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ കൊടുത്താണ് മദ്രാസിൽ നിന്ന് വരുന്നത്, ഞാൻ സാക്ഷി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ആ അമ്പലത്തിന് വരുമാനം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇത്രയും വലിയൊരു സംഘടന. ലാലേട്ടൻ മമ്മൂക്ക അടക്കമുള്ള ഇത്രയും വലിയൊരു സംഘടനയില് സുരേഷേട്ടനും എല്ലാവരും ഉണ്ടല്ലോ. ഈ സംഘടനയ്ക്കകത്ത് ഒരു സ്പോൺസർഷിപ്പ് ചോദിച്ചാൽ അദ്ദേഹം കൊടുക്കാതിരിക്കില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നു, കൊടുക്കാതിരിക്കുവോ? ആ സ്ത്രീ അമ്പലത്തിൽ വന്നിട്ടുണ്ട്, ശ്വേതാമനും ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കൊടുക്കാതെ എന്താ തെറ്റ്? കൊടുത്തു. ഈ കൊടുത്തിട്ട് എതിരഭിപ്രായം ഉണ്ടെന്ന് പറയുമ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അൻസിബ ഞാൻ വിളിച്ചിട്ടാണ് അൻസിബ അവിടെ വന്നിട്ടുള്ളത് അമ്പലത്തില്. സാമ്പത്തികവും എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ സാക്ഷി, എല്ലാ അക്കൗണ്ട് ത്രൂ. ഞാൻ ഒരിക്കലും ഇവരുടെ പൈസ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കാറില്ല. കാരണം എനിക്കറിയാം എന്റെ തലയിൽ ടാർജറ്റ് ആവുമെന്ന്. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? എല്ലാ അമ്പലത്തിൽ നിന്ന് ത്രൂ ആണ് പൈസ. പ്രിയങ്ക വഴി പൈസ പോയിട്ടില്ല, 1 രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല. കാരണം പിന്നെ പറയും, ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് അതിൽ 10,000 പ്രിയങ്ക എടുത്തു. എന്തിനാ ചീത്തപ്പേര് എടുത്താലും ഇല്ലെങ്കിൽ കേൾക്കും. നേരെ അമ്പലം വഴി തന്നെ അക്കൗണ്ടിൽ പോയിക്കോട്ടെ. അവർ അക്കൗണ്ട് ത്രൂ കൊടുക്കുന്ന ആൾക്കാരാ. അമ്പലം അല്ലാതെ ബ്ലാക്ക് മണി കൊടുക്കുന്നതല്ലല്ലോ, ഫുൾ അക്കൗണ്ട് ത്രൂ അമ്പലത്തിൽ നിന്ന്. അതിനെല്ലാം തെളിവ് അവിടെയുണ്ട്.
അപ്പൊ പിന്നെ ആ ഒരു ജാതിയുടെ പേരും പറഞ്ഞ് ഒരു ക്രിസ്ത്യൻസ് അവിടെ നടത്തുന്ന വേറെ എത്രയോ ക്രിസ്ത്യൻസിന്റെ കമ്പനികൾ അവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതെ. അപ്പൊ ജാതിയല്ല, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ ഇങ്ങനെ വരുന്നത് താരങ്ങളെ കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ലാലേട്ടന്റെ കൂടെ നിന്ന് അവരുടെ ആ ഒരു പ്രൊഡക്ഷന്റെ ഫോട്ടോ കിട്ടുക എന്ന് അവരെ സംബന്ധിച്ച് ഭയങ്കര വലിയ ഭാഗ്യം. ഈ കാര്യമാണ്. പാവപ്പെട്ട ഈ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ അതിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം എന്തിനാ അവർക്ക് വല്ല ഗുണമുണ്ടോ? ആ അമ്മയിലുള്ള പാവപ്പെട്ട അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലേ? അതെ. ലാലേട്ടനും മമ്മൂക്കയുള്ള ആരാണ് ഇത്ര എഫേർട്ട് എടുത്ത് വരാനും ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ വരുന്ന എന്തിനാ? അവർക്ക് ഇനി വലിയ പ്രശസ്തിയൊന്നും വേണ്ട. അവര് ഇന്ത്യ തന്നെ ഇത്രയും നമ്മുടെ കേരളക്കാരെ അല്ല എല്ലാ ലോകത്തും പ്രശസ്തിയുള്ള ആൾക്കാരാ. അവർക്കിപ്പോ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് വേണോ? എത്ര എണ്ണം എടുക്കുന്നുണ്ട്, എന്തോരം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അമ്മയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയല്ലേ. അത് നമ്മൾ കണ്ണൂർന്ന് കാണണം. ഈ അൻസിബ മാത്രമല്ല ഈ ഡൊണേഷൻ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ വേറെ പല ആൾക്കാരുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. അറിയോ ചേച്ചി? ഞാനും അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ മോളെ. കാരണം അങ്ങനെ കേട്ടെങ്കിൽ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇത് അമ്പലത്തിന്റെ പുറകില് ശിവന്റെ ഇതൊക്കെ ഇതെല്ലാം പോയിക്കോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? അൻസിബി ആണെങ്കിലും മാധ്യമങ്ങളിലും പത്രങ്ങളിലും വാർത്തയിലൊക്കെ പറയുമ്പോ ഏത് അമ്പലം കാണിച്ചുകൊണ്ടിരുന്നത്? ശിവക്ഷേത്രം വെണ്ണല. എന്ത് പബ്ലിസിറ്റി കിട്ടി അദ്ദേഹത്തിന് ന്യൂസില്, ലോകം മുഴുവൻ. ഈ പരസ്യം കൊടുക്കുന്നതിന്റെ ഡബിൾ പരസ്യം അതായി. അപ്പൊ ശിവക്ഷേത്രത്തിനെ നമ്മള് എല്ലാ ദൈവങ്ങളെയും നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. അതിനുള്ള മറുപടി എല്ലാ ന്യൂസിലും ഞാൻ നോക്കുമ്പോൾ ശിവക്ഷേത്രം, വെണ്ണല ശിവക്ഷേത്രം. അതിനുശേഷം അൻസിബ ശിവക്ഷേത്രത്തിൽ വന്നിരുന്നല്ലോ. അതിനുശേഷം വന്ന് ക്യാമറയിൽ വന്ന് അമ്പലത്തിന്റെ ബോർഡടക്കം ഷൂട്ട് ചെയ്തിട്ട് പോയല്ലോ. വിളിക്കാതെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, വന്ന് തൊഴുതിട്ട് പോയ. ഈ പ്രശ്നം നടക്കുന്നതിന് ശേഷം അതെന്താ ആരെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞു. ഞാൻ അതിന്റെ വീഡിയോയും കണ്ടതാ. വീഡിയോ നമ്മുടെ ഇതിലും ഉണ്ട്. ഗ്രൂപ്പിലാണോ? അല്ല, ഇതിനകത്തുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നു. ഇതിന് ശേഷം ഈ പ്രശ്നത്തിന് ശേഷം അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോയി. അന്ന് അവിടെ നന്ദേട്ടൻ എനിക്ക് തോന്നുന്നു ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാവരും ടൂർ പാക്കേജിന്റെ അന്നാണ് ഈ കുട്ടി അവിടെ വന്നതാ, അൻസിബ അവിടെ വന്നത്. വന്നോട്ടെ, ഞാൻ പറഞ്ഞില്ലേ, അമ്പലം വന്നോട്ടെ. ഞാൻ പറഞ്ഞത് ഒറ്റ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചു. പൈസ അമ്പലത്തിന്റെ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഞാൻ തന്നത്. പൈസ അമ്പലത്തിൽ കിട്ടുന്ന പൈസ അമ്പലത്തിൽ തന്നെ പാവങ്ങളായ അമ്പലം അവിടെ കൊടുക്കണം. അപ്പൊ ഈ വന്ന് മേടിച്ചുകൊണ്ട് പോയവരൊക്കെ ആ പൈസ തിരിച്ചെന്തി അമ്പലത്തിൽ. ശരി, എനിക്ക് 1 ലക്ഷം, അവർ 10,000 രൂപ അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ടോ? അത് അങ്ങനെ പറയാൻ പാടില്ല അല്ലെ? നമ്മൾ പറയുമ്പോ എല്ലാം പറയണ്ടേ. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞാട്ടെ. ഞാൻ ഇപ്പോഴും പറയണു, എനിക്ക് എന്റേതായ കാഴ്ചപ്പാടും നിലപാടുള്ളൂ. അത് എന്റെ മാത്രം അഭിപ്രായം, അല്ലാതെ വേറെ ഒന്നും അതിൽ ചിന്തിക്കണ്ട. ആ കുട്ടി വന്ന് അമ്പലത്തിൽ വന്ന് തൊഴുതു, ക്യാമറ എടുത്തോണ്ടേത് ആള് വീഡിയോ കണ്ടത്. അപ്പൊ തന്നെ കണ്ടു. ഞാൻ പറഞ്ഞേ ഇത്രയും പ്രശ്നം കണ്ട് പിന്നെയും എന്താ വന്നേ എന്നുള്ളത്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ അല്ലല്ല, ഞാൻ ഇവരെ വിളിച്ചു ചോദിച്ചു, അമ്പലത്തിലെ ആൾക്കാരെ. നിങ്ങൾ അല്ല പ്രിയങ്ക, നമ്മൾ നോക്കുമ്പോ വന്നു, ആ കുട്ടി വന്ന് തൊഴുന്നു. തൊഴുന്നതിന് പ്രശ്നമില്ലല്ലോ. അവര് ആ പൈസ മേടിക്കരുത് എന്നുള്ള, അതായത് ആ പൈസ സ്വീകരിക്കുമ്പോ അത് മതവൽക്കരിക്കപ്പെടുന്ന ഒരു മതത്തിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആകുന്നു എന്നുള്ള. അതന്നെ ഞാനിപ്പോ അതിനൊരു ഉത്തരവാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. എല്ലാ കാസ്റ്റിയോടെ വരുന്നുണ്ട്. ഇത് മാത്രം ടാർഗറ്റായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മൈജിയുടെ എല്ലാ പരസ്യം പുറകിൽ വരുന്നില്ലേ? പുറകിൽ നോക്കുമ്പോ എല്ലാം ഇല്ലേ? മൈജിയുടെ അവരുടെ ചിഹ്നം കാണിക്കുന്നില്ല, പരസ്യം വരുന്നില്ലേ? ഒരു വ്യക്തിയല്ലേ അതും, അവിടെ അകത്ത് വരുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു, ഇത്രയും സഹായം ചെയ്യുന്നു ഇത്രയും ആൾക്കാർക്ക്. അദ്ദേഹം എന്തുമാത്രം ചെയ്തിട്ടുണ്ട് മൈജി. ഷാജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ, തിരുവാതിര കഴിഞ്ഞ വഴിക്ക് 10,000 രൂപ അപ്പൊ തന്നെ അനൗൺസ് ചെയ്ത ആളാണ്. നമ്മുടെ സംഘടനയിലും എല്ലാ മതക്കാരും ഉണ്ടല്ലോ, അങ്ങനെ ഒരു മതം മാത്രം. അതന്നെ ഞാൻ ചോദിച്ചോളൂ, എന്തിനാണ്? നമ്മുടെ ഒരു ചാരിറ്റി അല്ലേ. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇതിന് ബൈലോസ് വശങ്ങൾ ഇങ്ങനെ മേടിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അതിന് ചാരിറ്റി ആവുമ്പോ കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ചോദിച്ചതാ. ശരിക്കും ബൈലോയിൽ അങ്ങനെ മേടിക്കാം. അവരതൊക്കെ ചോദിച്ചിട്ട് തന്നെയാ വാങ്ങിച്ചിട്ടുള്ളത്. അത് അക്കൗണ്ട് ത്രൂ മേടിക്കാവുന്നുണ്ട്. ക്യാഷ് ആയിട്ട് മേടിക്കരുത്. ഞാനും അസോസിയേഷൻ ഒരു പൈസ പോലും ക്യാഷ് ആയിട്ട് മേടിക്കാറില്ല, അക്കൗണ്ട് ത്രൂ മേടിക്കുള്ളൂ. പേടിച്ചിട്ടാ. അത് നമ്മൾ അതിന് പിന്നെ അതെന്തെങ്കിലും കണക്ക് പിന്നെ എന്തെങ്കിലും വന്നാൽ പിന്നെ ഈ ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ട് ശ്വേത ചേച്ചിക്ക് കുറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അമ്പലത്തിൽ നിന്ന് ഡൊണേഷൻ മേടിച്ചതായിക്കോട്ടെ, അദാനിയുടെ വക ഫണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും അതിലേക്ക് നമുക്കറിയില്ല, നമ്മൾ ഈ ന്യൂസ് കേൾക്കുന്നതാണ്. സത്യം പറഞ്ഞ അമ്മ അസോസിയേഷനിൽ ഏറ്റവും കൂടുതൽ സങ്കടം വന്ന ഒരു വാക്കാണ്. ആ വാക്ക് അവിടെ പറഞ്ഞതിന്റെ പേരിലാണ് ശ്വേത പിന്നെ വേഗം ഇറങ്ങിപ്പോയത്. ഈ പൈസ അദ്വാനിയുടെ കയ്യിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി കാശ് വാങ്ങി 3.5 കോടി വാങ്ങി. ആരോപണമാണെന്നും പറഞ്ഞു.
അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ അവനിപ്പോ ആ നടപടിക്ക് പോകത്തില്ലേ? വെറുതെ പറയാൻ പറ്റുമോ? എന്നെ പറഞ്ഞാലും എന്ത് വിഷമം ഉണ്ടാവും? അതെ. അത് പറഞ്ഞത് തന്നെ അവിടെ പറഞ്ഞായിരുന്നു, അതൊക്കെ അവിടെ സംസാരിച്ചു, ഞാൻ കേട്ടതല്ലേ. പക്ഷെ അങ്ങനെ ശ്വേത അതേ ചേച്ചി പറഞ്ഞേ, അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മയിലൊരു അംഗമാണത്, ഒരു പ്രസിഡന്റ് നിൽക്കുന്നതല്ലേ. ഇപ്പോഴും സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത് കേട്ടിട്ടാണ് രാജിവെച്ച് ഇറങ്ങിപ്പോ, ലാസ്റ്റ് നിമിഷമാണ് പോയത് അതുകൂടെ കേട്ടപ്പോ. അതെ. അത് സഹിക്കാൻ പക്ഷെ പറ്റണ്ടേത്. അത് പക്ഷെ ഈ ഭാരവാഹിത്വത്തിൽ ഇരുന്ന ഒരാള് തന്നെയാണ് പറയുന്നത്. അവിടെയാണ് നമ്മളും കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇപ്പൊ അൻസിബ് തന്നെ പറയുകയുണ്ടായി, ശ്വേത ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ ഈ പറയുന്ന പോലെ അമ്പല കമ്മിറ്റിയിൽ നിന്ന് മേടിച്ചതിൽ ശ്വേത ചേച്ചി പറയുന്നത് അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ കിട്ടിയേനെ, നമുക്ക് എത്രയോ എമൗണ്ടിന്റെ കണക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പൈസയുടെ കണക്കിന്റെ പേരിൽ ശ്വേത ചേച്ചി ഭയങ്കരമായിട്ട് ക്രൂശിക്കപ്പെടുന്ന പോലെ ഞാൻ കണ്ടു. ഇതിന്റെ സത്യാവസ്ഥ അതെന്താന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഒന്നുകൂടി പുഷ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൈസ കിട്ടുമായിരുന്നു. ഇതൊക്കെ എന്താ പറയാ, കാഷ്വൽ ടോക്കിൽ വരുന്നേ, അല്ലാതെ ഇതൊന്നും ഞാൻ അങ്ങനെ ചെയ്ത് കിട്ടിയേനെ അങ്ങനെയല്ല. കാഷ്വൽ ആയിട്ട് പറഞ്ഞു കുറച്ചുകൂടി പുഷ് ചെയ്ത് നമ്മൾ പറയാലോ, അയ്യോ ദൈവം കുറച്ചുകൂടെ പറഞ്ഞെങ്കിൽ 75 1 കോടി കിട്ടിയേനെ അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മളിതൊന്നും കേൾക്കുന്നില്ലല്ലോ, നമ്മൾ എങ്ങനെയാ കേൾക്കാത്തതിന് പറയാ? അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഞാൻ ചോദിട്ടെ, ശ്വേതാ മേനോനെന്നല്ല ഒരാൾക്കും ഒരു അസോസിയേഷനും ഇങ്ങനെയുള്ള സംഘടനയിൽ നിന്ന് 1 രൂപ പോലും വെട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിലൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായോ? പിന്നെ അത്രത്തോളം ഇല്ലാതിരിക്കുന്ന ശ്വേതയൊക്കെ എന്നെ സംബന്ധിച്ചോളം അവരൊക്കെ കുറച്ച് സെറ്റിൽഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട്, സെറ്റിൽഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് വെട്ടിക്കാനൊന്നും അല്ലല്ലോ അവർ അമ്മയിൽ കയറിയിരിക്കുന്നത്. അങ്ങനെയൊന്നും വെട്ടിക്കാൻ പറ്റില്ല. ഒരു അസോസിയേഷൻ ഉണ്ട്, കണക്കുണ്ട്. നാളെ എന്ത് പ്രശ്നം വന്നാലും ഈ കൊടുത്ത ആൾക്കാർ തിരിച്ചു വരികയും ചെയ്യും. ആ ഒരു ചിന്ത എപ്പോഴും വേണം. അതുണ്ടാവൂലേ? എന്തൊരു വിഷമം തെറ്റിയ അന്ന് 25 ലക്ഷം മേടിച്ചില്ലേ എന്ന് ചോദിക്കാനുള്ള കഴിവ് ഈ കൊടുത്തവനുണ്ടാവും. സൂക്ഷിക്കുക. കള്ളത്തരം എന്ത് കാണിച്ചാലും അവരത് പിടിക്കും. അതെ. പക്ഷെ ശരിക്കും എനിക്ക് പേഴ്സണലി അമ്മയിലെ ഇഷ്യൂസ് നടന്നപ്പോ ഭയങ്കര സങ്കടം തോന്നി ചേച്ചി. കാരണം സ്ത്രീകൾ ഇതിന്റെ ഭാരവാഹികളായിട്ട് വന്നപ്പോ ഞാനൊക്കെ ഭയങ്കര സന്തോഷിച്ചു. കാരണം എല്ലാവരും നമ്മളെ കുറ്റം, നിങ്ങൾ എന്തിനു കൊള്ളാം, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കുറെ ഫെമിനിസ്റ്റുകളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മുദ്ര കുത്തുമ്പോഴും ഇല്ല, സ്ത്രീകളെയും കൊണ്ട് പറ്റും എന്ന് തെളിയിക്കാൻ അവരൊരു ഓക്കെ അമ്മയിൽ അങ്ങനെ ഒരു സംഘടനയിൽ ഭാരവാഹി. പക്ഷെ അതിങ്ങനെ അടിച്ചു പിരിഞ്ഞ് 2 വഴിക്ക് പോയപ്പോ നമ്മൾ ഓഡിയൻസിനും ഈ പറഞ്ഞ പോലെ അത് അവർക്കൊന്നുമല്ല, ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെയൊന്നും പാടില്ലായിരുന്നു, തല്ലിപ്പിരിയേണ്ടതൊന്നല്ല. തിരിച്ചു വരാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് ഇപ്പോ കറന്റ്ലി അല്ല, ഞാൻ പറഞ്ഞപ്പോ ജഗദീഷേട്ടനാണെങ്കിലും ഗണേശേട്ടനുണ്ട്, പിഷാരടി ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇവരൊക്കെ കൂടി ഒന്ന് സംസാരിച്ച് മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുവരാൻ അവർ നോക്കും. നമ്മളൊക്കെ ഞങ്ങൾ എന്തിനു ചെയ്യാൻ, ഞങ്ങൾ അംഗങ്ങളല്ലേ, ഏതോട് പറയാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത 3 മാസം സമയമുണ്ട്. അത് കഴിഞ്ഞ് ജനറൽ ബോഡി വരിക, വരുന്ന സമയമാകുമ്പോഴത്തേനും എല്ലാം ഒന്ന് കലങ്ങി തെളിയും എന്നാണ് എന്റെ. പിന്നെ ഈ ആരോപണം പ്രശ്നങ്ങൾ ഉണ്ടായാലൊന്നും ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. അത് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കുറെ ഉണ്ടായ ആൾക്കാർ അവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല എന്നാണ് എന്റെ അറിവ്. ഇനി ഇലക്ഷൻ അപ്പൊ പുതിയ ആൾക്കാർ വരട്ടെ. ഞാൻ പറഞ്ഞത് ഈ പുതുതലമുറ ഒന്ന് ഇരുന്ന് നോക്കട്ടെ. ഞാൻ ഭാരവാഹിത്വമല്ല പറഞ്ഞ, അംഗത്വമെങ്കിലും ഈ അംഗത്വം രാജിവെച്ച് പോയ ആൾക്കാരുണ്ടല്ലോ, ശ്വേത ചേച്ചി ആണെങ്കിലും എല്ലാവരും കുറെ പേര്. ശ്വേത അംഗത്വം രാജിവെച്ചിട്ടില്ല കേട്ടോ. ആണോ? എന്നാണ് എന്റെ അറിവ്. ലക്ഷ്മിപ്രിയാണ് അംഗത്വം രാജിവെച്ചത്. ഇല്ലെന്നാണ് എന്റെ അറിവ് കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടില്ല. അങ്ങനെ ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ അത് ഇല്ലെന്നാണ് എന്റെ അറിവ്. ലക്ഷ്മിപ്രിയ രാജിവെച്ച എല്ലാം, എനിക്കൊരു അംഗത്വം വേണ്ടെന്ന് തുറന്ന് അയക്കുകയും ചെയ്തല്ലോ. എന്നിട്ടും ഈ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, ലക്ഷ്മിയോടാണ് എല്ലാവരോടും എനിക്ക് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാളെ കുറിച്ചും കുറ്റങ്ങൾ പറയുവോ, ഒരു പാർട്ടിക്ക് എതിരായിട്ട് പറയുവോ, അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ പൊതുവായിട്ട് ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് അതിന്റെ റിയാക്ഷൻസ് കിട്ടും. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മള് പൊതുവായിട്ടുള്ളൊരു മുതലല്ലേ. ഇപ്പോ നമ്മൾ പൊതുവായിട്ട് സ്ഥലങ്ങളിൽ പോയി നിൽക്കണ്ടേ, അപ്പൊ നമ്മൾ അവരെ ശ്രദ്ധിക്കണ്ടേ, അവരെയും കൂടെ നമ്മൾ നോക്കണ്ടേ. അവരാണല്ലോ നമ്മളെ പൊതുവായിട്ട് ഇങ്ങനെ ഒരു പടം കണ്ട് കൈയടിച്ചാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ഈ ജനങ്ങളാ. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ പ്രിയങ്കയാണ്, ഞാൻ നല്ല റോൾ ചെയ്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ഇരിക്കുകയുള്ളൂ. അവര് കാണണം, അവര് അംഗീകരിക്കണം. ഈ ജനറൽ ബോഡിയിൽ ഇപ്പൊ ശ്വേത ചേച്ചി വന്നതിന് ശേഷം നമ്മളെ ഐ ക്യാമ്പ് പോലത്തെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു. അത് മീറ്റിംഗിൽ സംസാരിച്ചോ ചേച്ചി? അതെ, അതായത് പറഞ്ഞ ആ ഐ ക്യാമ്പ് ഉള്ള ഇതിനകത്ത് ഐ ക്യാമ്പിന്റെ അന്നത്തെ ദിവസമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്റെ അമ്മയും ഞാനും കൂടെ ഐ ക്യാമ്പിലുണ്ടായിരുന്നു. അമ്മയ്ക്ക് കണ്ണിന് സുഖമില്ലായിരുന്നു. അപ്പൊ അതെല്ലാം കാണിച്ചു. നല്ലൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. നമ്മളെ കൊണ്ടൊന്നും അത് അങ്ങനെ എപ്പോഴും പോകാനും പറ്റും, തൊട്ടടുത്ത അമ്മയെ കൊണ്ടുവരാനും, ഇതെല്ലാം നല്ലൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും അവർ ചെയ്യാതിരിക്കില്ല. ഇതും ഇപ്പൊ പറയുന്നത് മുൻപിരുന്നവരും ചെയ്തിട്ടുണ്ട്.
മുമ്പിരുന്നവർ അവരുടേതായ അതെ രീതിയിൽ. അതെ അതെ കാരണം മുമ്പിരുന്ന് വെച്ചാൽ ഇടവേള വായിച്ചിട്ടൊക്കെ ഇതൊക്കെ ശരിയാണ്. അരച്ച് കലക്കി കുടിച്ച ആളാണ്. അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഈ അറിവില്ലാത്തവര് കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്തവര് കൊണ്ടുവരാൻ നോക്കണം. അവരും നിക്കട്ടെ എന്ന് വിചാരിക്കണം. അതാരും ചെയ്തില്ല. അതാണ് പ്രശ്നം ഉണ്ടായത്. സപ്പോർട്ട് ആരും ചെയ്ത് നിന്നിട്ടില്ല. നല്ല കാര്യങ്ങൾ മീറ്റിംഗിൽ പരാമർശിച്ചിരുന്നോ? അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ. അതിനു മുമ്പ് എല്ലാം വല്ല കാര്യങ്ങളും ആയിപ്പോയി. ഈ ചേച്ചിയോട് ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ. അമ്മ സംഘടനയിൽ ഗ്രൂപ്പിസം ഉണ്ടോ? ഉണ്ട് ഈ പറയുന്ന ബെൽറ്റ് ഉണ്ടോ? ഉണ്ട്. അങ്ങനെ തോന്നാൻ ആരാന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെന്നുള്ളത് 100% സത്യം. അതാണ് അങ്ങനെ തോന്നാൻ കാരണം. തോന്നാൻ കാരണം പ്രവൃത്തികളാണ്. നമുക്ക് മോളെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ കൊല്ലങ്ങളായില്ലേ ഇതിനകത്ത് അതെ വന്ന്. അതെ അമ്മ എന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങി അന്ന് മുതൽ പ്രിയങ്ക അവിടെ ഉണ്ട്. അന്ന് മുതലേ ഫസ്റ്റ് മെമ്പർഷിപ്പ് ഉണ്ട്. തുടങ്ങുമ്പോ തൊട്ടേ ഞാനുണ്ട്. ഓ ഈ നിമിഷം വരെ ഞാൻ എല്ലാ ജനറൽ ബോഡിക്കും പങ്കെടുത്തിട്ടുണ്ട്. ആ, പിന്നെ ഇതിനകത്ത് ഗ്രൂപ്പിസം ഉണ്ടെന്നും അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. ആരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം അമ്മേരെ അങ്കളെ ഞാൻ പറയൂല. അറിയാം പക്ഷെ അറിയാം, പക്ഷെ ഞാൻ പറയില്ല. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, ഞാൻ പറയില്ല. പേര് പറയാതെ ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം. എനിക്കൊരു അനുഭവം ഉണ്ടാവാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കൂല്ലോ. എന്നെ അനുഭവിക്കാൻ വേണ്ട. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം ഉണ്ടായിട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം അമ്മയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ എൻ്റെ അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് അമ്മ തീർക്കരുത്. അമ്മ ഇടപെടേ വേണ്ടാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എൻ്റെതായ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് തീർക്കണം. എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് നീങ്ങി പോകുന്നത്. തീർക്കാന്നുള്ളത് ഞാൻ തീർത്തേ ഇരിക്കും. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി മാക്സിമം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോളോട്, ഒരാളും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയതും ഒക്കെ തിരിച്ച് തരില്ല. ഇതൊക്കെ വെറുതെയാ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് എന്നെ സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ തീർത്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കായിരുന്നു. ഒരാൾക്ക് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ജോലി ചെയ്ത് കൊടുത്തോണ്ട് ആരും വന്നിട്ടില്ല, ആരും വരുമില്ല. ആ പ്രതീക്ഷയെ വേണ്ട. അപ്പൊ ഈ പല നടന്മാരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ അവസരങ്ങൾ പോകുന്നത് ഈ ബെൽറ്റിൽ ഉൾപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിനോട് ചോദിച്ചത്. ചേച്ചി എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നത്. അല്ല മോളെ ഒരു കാര്യം പറയാം. ഈ ബെൽറ്റ് ഉള്ളത് നടന്മാരും നടികളുടെ ഇടയിൽ മാത്രമൊന്നുമല്ല. ഞാനൊക്കെ എത്ര പടം എന്നെ വിളിക്കാതെ, ഡയറക്ടർ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാതിരുന്നുണ്ടെന്നറിയോ? ആണോ? പിന്നെ ആ സാറ് കാണുമ്പോഴാ പറയാം, ഓ പ്രിയങ്ക വിളിച്ചാൽ കിട്ടൂലല്ലോ, നിങ്ങൾ ഭയങ്കര. സാർ എന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പ സ്പോട്ടിൽ പറഞ്ഞു, സാർ നമ്പർ വെച്ചോളൂ. ഇന്ന് വാട്സപ്പ് ഉണ്ട്, ഒരു മെസ്സേജ് പ്രിയങ്ക ഒന്ന് വിളിക്കൂ, അല്ലെങ്കിൽ ഒരു മിസ് കോള്, ഞാൻ വിളിച്ചോളാം. അല്ലാതെ എനിക്ക് വേഷം കിട്ടില്ല. കാരണം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്ക് സത്യം കാരണം പടത്തിൽ ഒന്നും അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഭയങ്കര ആഗ്രഹം. കാരണം അങ്ങനത്തെ പടമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്. ജോഷി സാറ്, ഞാൻ എപ്പോഴും പറയും ജോഷി സാർ ഒരു സീനുണ്ട് ഞാൻ അഭിനയിക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന പടങ്ങൾ അതൊക്കെ. അതുപോലും എനിക്ക് തരാതെ എൻ്റെ എത്രയോ അവസരങ്ങൾ പോയിട്ടുണ്ട്. എനിക്ക് എന്ത് വിഷമം? ഒന്നുമില്ല, വിളിച്ചില്ല. എനിക്കറിയാം അതിന്റെ പുറകെ നടന്നതൊക്കെ എനിക്കറിയാം. എനിക്ക് വിഷമമില്ല. എനിക്ക് വിധിച്ച എനിക്ക് കിട്ടും. ആ ഒരു വിശ്വാസം നമ്മൾ വെക്കണം. പോയിക്കോട്ടെ, തീർന്നില്ലല്ലോ. ദൈവം സഹായിച്ചിട്ട് അത് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു പടപ്പോൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവും. അത് മതി, അതിനൊന്നും വിഷയമില്ല മോളെ. അതൊക്കെ ചെയ്യുന്നവര്. ഇനി രസം എന്താന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ചെയ്ത ആൾക്കാരൊക്കെ ഒരുപാട് കിടന്ന് വിഷമിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ പറയും, ഓ എന്നോട് ചെയ്തതിന്റെ ആയിരിക്കും. ദൈവം മോളുണ്ട്, അത് കൊടുത്തോളും. ഞാൻ കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരനുഭവിച്ചോളുന്നേ. നമ്മളായിട്ട് കൊടുക്കണ്ട. നമ്മള് സത്യസന്ധതയും നമ്മുടെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ കർമ്മ നോക്കിക്കോളും. നമ്മളായിട്ട് ഒന്നിനും പോണ്ട, മിണ്ടാതെ കാണുമാ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ ചോദിച്ചു തന്നാ മതി. ഈ ഉണ്ണി ശിവപാലിന്റെ ഇഷ്യൂ പറയുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടൻ അവധിക്ക് മനഃപൂർവ്വം വിട്ടതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ചേച്ചി. അതായത് അത് ലീവ് എടുത്ത് പോണം എന്ന് അമ്മയിൽ നിന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ വിട്ടതാണ്, അല്ലാതെ ഓടിപ്പോയതല്ല. ഈ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ആ ഒരു സബ്ജക്ട് പോലും അവിടെ സംസാരിച്ചില്ല. ഈ ഇരിക്കുന്ന അംഗങ്ങൾക്ക് അറിയണ്ടേ എന്തിനാണ് ഉണ്ണി ശിവപാൽ പോയത്? അത് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അത് പറയണ്ടേ എന്താണ് പ്രശ്നം ഉണ്ടായത്? സമയം കൊടുത്തില്ല. അപ്പോഴേക്കും ബഹളം ഒച്ചപ്പാടായി. ഇത് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞാൽ അത് പറയണ്ടേ? ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്താനും പ്രശ്നം ഉണ്ടാക്കാനും കാരണക്കാരി എന്താ? അത് എക്സ്പ്ലെയിൻ ചെയ്തു തരണ്ടേ? അത് സമ്മതിക്കുന്നില്ല പറയാൻ. അത് പറയണായിരുന്നു, ഇതാണ് വിഷയം, ഇന്ന പോലെ ഉണ്ടായി. ഇത് ഞങ്ങൾ അംഗങ്ങൾ അറിയണ്ടേ? നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ അവിടെ ഇവിടെ വാലും തുമ്പും അവര് പോയി അവിടെ കൊടുത്ത് കേസ് കൊടുത്ത് ഇതന്നെ ഞങ്ങൾക്ക് അറിയുള്ളൂ. നമ്മൾ അറിയിക്കണം എല്ലാവർക്കും കൂടി. അതൊക്കെ ചെയ്യേണ്ടതാണ്. ഈ സെക്രട്ടറി ആണെങ്കിലും എല്ലാവരും ഇതൊക്കെ ഞങ്ങളെ അംഗങ്ങളെ അറിയിക്കണം. അപ്പോ അതെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കേട്ടോ. ഞാൻ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോ ഉണ്ടല്ലോ, ഒരു കൊട്ടേഷൻ 10 കൊട്ടേഷൻ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും.
നിങ്ങൾക്ക് ഇനി വല്ല സജഷൻ ഉണ്ടെങ്കിൽ താന്നും പറഞ്ഞു. ആ അതുപോലെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം. അറിയിച്ചാലേ നമുക്ക് അതിന്റെ മറുപടി ആർക്കെങ്കിലും ഇനി പറയാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്യല്ലോ കേട്ടോ, ഇങ്ങനെ ചെയ്യൂ, ആരുടെ മെജോറിറ്റി നോക്കണം, എന്നിട്ട് ചെയ്യണം. ഇതല്ലല്ലോ, ഇത് പോണേം കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് എന്തൊക്കെയോ നടക്കുന്നത്. ഇനി ഇത് തിരിച്ചു വന്നാൽ അമ്മ സംഘടന പഴയ പോലെ ആവുമല്ലോ, ഉറപ്പായിട്ടാവും. ലാലേട്ടനൊരു ഉറപ്പ് വന്നിട്ടില്ലേ? അതല്ല, ഇപ്പൊ പിരിഞ്ഞു പോയവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുള്ളവരും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടിനി ചേട്ടൻ, നൻസി, അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ചിലപ്പോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായ ഇഷ്യൂ ആയിരിക്കാം. അവർ സംസാരിച്ച് തീർന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അമ്മ സംഘടന പഴയ പോലെ ആകുമെന്ന് ചേച്ചിക്ക് വിശ്വാസമാണ്? തീർച്ചയായിട്ടും ആകണമല്ലോ. അവരൊരു മാക്സിമം പോയി എത്ര പേരുണ്ടാവും? 15 പേരോ? ബാക്കി ഇത്ര ആൾക്കാരോ? അവരൊക്കെ അമ്മയുടെ നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചേക്കുന്ന ആൾക്കാരാ. ഏകദേശം എത്ര പേരുണ്ട്? 500 എത്ര പേരുണ്ട്? പിന്നെ ഇതിൽ കുറച്ച് പേര് പോയാലും ബാക്കി ഇത്രയും ആൾക്കാർ മുഴുവൻ ഈ പറയുന്ന പോലെ അമ്മ എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അതിനകത്ത് ഒത്തിരി പേരുണ്ട്. അവരൊക്കെ പഴയ പോലെ തന്നെ നിൽക്കും. ഇവരും വരും, ഇവരെയും ചേർത്തണക്കി തന്നെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ ഇവരെ ആരെയും പറഞ്ഞ് പ്രശ്നങ്ങളാക്കി പുറത്താക്കല്ല, ഇവരെ വിളിച്ചു വരുത്തി ഇവരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തണമെന്നേ. തോളത്ത് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ തവണ വരുമ്പോൾ ഓരോ ഇലയാണ് കൊഴിഞ്ഞു പോണത് അല്ലേ? വിഷമമില്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കുന്നത്? സ്നേഹപൂർവ്വം മുന്നോട്ട് പോയിക്കൂടെ? എന്റെ അഭിപ്രായം അതാ. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും പലവരുടെയും പേര്, ഇപ്പൊ ഈ അംഗത്വത്തിലുള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരുടെ ഒക്കെ പേരുകൾ വന്നു പോകുന്നുണ്ട്. അതിൽ വന്ന പേരാണ് സ്റ്റീഫൻ ദേവസി. സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാമിന് പൈസ അധികം മേടിച്ചു. എന്തിനാണ് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് വന്ന് പരിപാടി ചെയ്തുകൂടിയെന്ന് ലക്ഷ്മി പ്രിയ ചേച്ചി ചോദിക്കുന്നു. അത്രയും ലക്ഷങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. സോറി, ലക്ഷ്മി പ്രിയ ചേച്ചി അനുകൂലിച്ചാണ് പറഞ്ഞത്, സോറി. ഇപ്പൊ അല്ലാത്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അത്രയും പൈസ കൊടുത്ത് പ്രോഗ്രാം ചെയ്യിക്കുന്നത്. അതിന് കാരണം ലക്ഷ്മി പ്രിയ ചേച്ചി പറയുന്നു, ശരിക്കും നമ്മളെ താരസംഘടനയിലെ ഒരു പരിപാടി നടക്കുമ്പോൾ അദ്ദേഹം അത് ഫ്രീ ആയിട്ട് വന്ന് ചെയ്യണം ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളെ അമ്മയിലെ അംഗമല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. പക്ഷെ ഈ അമ്മയിലെ അംഗങ്ങളായിട്ടൊക്കെ അത്ര അടുപ്പമുള്ള ആളാണ് സ്റ്റീഫൻ ദേവസി. എനിക്കും അറിയാതെ, ഞാനും കണ്ടിരുന്നു അവിടെ വെച്ച്. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്താന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. കാരണം അമ്മയിലെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആ കൊടുക്കുന്നത്, അല്ലേ? അപ്പോ അത്രയും പൈസ കൊടുക്കും, നമുക്കറിയില്ല ഇത്രയും പൈസ. അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയണത്. അതിലൊക്കെ എനിക്കൊരു ചെറിയ തെറ്റ് തോന്നി. കാരണം അത്രയും പൈസ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം വരുന്നു ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ആണെങ്കിലും നമുക്കതല്ലേ അറിയുള്ളൂ, കൊടുത്തുപോയി. അതെന്തിനും അങ്ങനെ കൊടുത്തു. ചിലപ്പോ ആ റേറ്റ് അത്ര ഉണ്ടാവുമായിരിക്കും, അദ്ദേഹത്തിന് അതിൽ കൂടുതലായിരിക്കും വാങ്ങണ്ടാവുക. ഇത്രയും സമയത്തിന് നിന്ന് അദ്ദേഹം ജീവിക്കുന്നു, ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടല്ലേ, ഉപജീവനമാർഗമല്ലേ അത്. അത് അമ്മ എന്നല്ല, എവിടെ ഏത് സ്ഥലത്ത് പോയാലും അദ്ദേഹം മേടിക്കും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ബാർഗൈൻ ചെയ്ത് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും കൊടുക്കണ്ടായിരുന്നു എന്ന് ഒരു അംഗം എന്നുള്ള എനിക്ക് തോന്നിയായിരുന്നു. തെറ്റ് നമ്മൾ കണ്ടാൽ നമ്മൾ പറയണ്ടേ, അല്ലാതെ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് പറയാൻ പറ്റില്ല. അതിലല്ല നമ്മൾ ഇരിക്കുന്നത്. അതെനിക്ക് മനസ്സിൽ തോന്നി, അയ്യോ ഇത്രയും ലക്ഷം കൊടുത്തത് നമ്മുടെ കയ്യിലുള്ള പൈസ. കാരണം വേറൊരു കാര്യമുണ്ട്, ഇവര് ഇതിന് ഇരട്ടി നേരത്തെ ഉണ്ടായ പൈസയെക്കാളും കൂടുതൽ ശ്വേത പല സ്ഥലത്തുനിന്നും ചാരിറ്റി ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു, നമ്മുടെ കിട്ടി കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും നമ്മൾ ചെലവാക്കുന്ന കാര്യം ഓർക്കുമ്പോ എത്ര പൈസ നമ്മൾ കൊണ്ടുവന്നാലും അദ്ദേഹത്തിന് കൊടുത്തതിൽ കുറച്ച് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് തന്നെ. അത് മനസ്സിലൊരു വിഷമം തന്നെ. നമ്മൾ ഓരോ നാളും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മാസങ്ങളോളം അവർക്ക് കൊടുക്കണം. പല പല പ്രശ്നങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് ഓരോരുത്തർക്ക് വരുമ്പോ അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പൊ അതൊക്കെ കുറച്ചൊന്ന് സേവ് ചെയ്യാൻ പറ്റിയാൽ എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയല്ലേ. അതെ, ഇപ്പൊ പറഞ്ഞു വരുമ്പോ സ്റ്റീഫൻ ദേവസി അംഗത്വം ഇല്ലെങ്കിൽ പോലും എല്ലാവരുടെയും ഒരു സഹോദരനെ പോലെയാണ് നമ്മളെല്ലാരും. അത്രയും പൈസ മേടിക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. നമ്മളാണെങ്കിലും സ്ഥലത്തുനിന്ന് പൈസ തരാന്ന് നമ്മൾ മേടിക്കും, നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ മേടിക്കും. അദ്ദേഹത്തിന്റെ ജോലി അതിനരട്ടി പൈസ കിട്ടും. പിന്നെ ഒന്നോടെ സംസാരിച്ചിരുന്നെങ്കിൽ കുറയ്ക്കാമായിരുന്നു എന്നുള്ളത്. അതാണ് ഈ പല പേരുകളും അനാവശ്യം. സ്റ്റീഫൻ ദേവസിയുടെ ഒന്നും പേര് ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായില്ല. പക്ഷെ ആ പേരുകൾ ചുമ്മാ അനാവശ്യമായ പല, അതുപോലെ ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തകനെ വലിച്ചടിച്ചിട്ടുണ്ട്, അൻസി ബാസനോട് കൂടി ചേർത്ത് പേരുകൾ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. അല്ല, അതിപ്പോ അൻസിബയ്ക്ക് ഒരു കൂടെ ഒരാള് സഹായിക്കാനോ ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവളൊരു പെൺകുട്ടിയല്ലേ. അപ്പൊ ഒരാളെന്ന് വെച്ചാൽ അയാള് മുഴുവൻ അവളായിട്ട് ബന്ധം എന്നൊക്കെ ആണെങ്കിലും അല്ല, അതാ ഇന്നത്തെ കാലത്ത് ഞാൻ പണ്ട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ആ കാക്കനാട് ആ സൈഡിലേക്ക് ഒരു 3 മണി 4 മണിക്ക് ഒന്ന് പോയി നോക്കി, എത്ര സിനിമാ നടികളെ വെല്ലുന്ന സുന്ദരി പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഞാൻ 3 മണി 5 മണി വരെ അത്രയും സമയവും അവരവിടെ ഉണ്ട്. അപ്പൊ ചോദിക്കും, പ്രിയ ഞാൻ പോയി കാണാറുണ്ട്.
കാരണം നമ്മൾക്ക് ഈ ലോകം എന്താണെന്ന് അറിയാം. ഞാൻ വണ്ടി എടുത്ത് ജസ്റ്റ് ഷൂട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞു ലേറ്റ് ആയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കട്ടൻ കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പോകുമ്പോ കാണുന്ന കാഴ്ച ഇതാ, പരസ്യമായിട്ടാണ് പെൺപിള്ളേരൊക്കെ നിന്ന് വലിക്കുന്നത്. ഞാനത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കണേ, ഒരു കുസലും ഇല്ല, റോട്ടിൽ നിന്നാണ് വലിക്കുന്നത്. അതും ആയിപ്പോയി. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ നമുക്ക് അൻസിബ ഒരാളെ വന്നെന്ന് വെച്ചാൽ അതിനകത്തൊന്നും പറയാനില്ല. കാരണം അവരുടെ ബന്ധം എന്താന്നുള്ളത് അവർക്കറിയാം. അവരായിക്കോട്ടെ, നമ്മൾക്ക് വല്ല ദോഷം ചെയ്യണ്ടോ? നമ്മളതല്ലേ നോക്കുള്ളൂ. ആ പേരുകളൊന്നും വലിച്ചിടണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ഈ സിനിമാ രംഗത്ത് ഇപ്പൊ നമ്മള് ചേച്ചി നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം, സാർ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ വന്നതിന്റെ കൂട്ടത്തിൽ വന്നതാണ് തൂഫാൻ. അത് ലഹരി വിരുദ്ധ ഒരു നാടാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിലും പല ആൾക്കാരുടെ മക്കളെ പറ്റിയും നമ്മൾ പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അത് അങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. ഇപ്പൊ ഈ വിവാദത്തിൽ നിൽക്കുന്ന ഒരാൾ മോനെ പറ്റി പോലും റീസെന്റ് നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. പേര് ഞാൻ വീണ്ടും പരാമർശിക്കുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ ചേച്ചി ഇൻഡസ്ട്രിയിൽ ലഹരി ഉണ്ടെന്ന്? ഇൻഡസ്ട്രിയിൽ നല്ല ഈ കേരളക്കാരെ ആകെ മൊത്തം വരുന്ന ലഹരി മുഴുവൻ പുറത്തുനിന്നൊക്കെയാ. ബാംഗ്ലൂര് മൈസൂരിന്നൊക്കെ വരുന്നുണ്ട് ലഹരി, ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഈ തൂഫാൻ എന്ന് പറഞ്ഞാല് എത്ര രമേശ് ചെന്നിത്തല സാറിന് പറയാതിരിക്കാൻ വയ്യ, ആഭ്യന്തരമന്ത്രിയെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു തൂഫാൻ ഉണ്ടാക്കിയതുകൊണ്ട് എന്തുമാത്രം സ്ഥലത്ത് നിന്ന് മുഴുവൻ പിടിക്കപ്പെട്ടെന്നറിയോ? പിടിക്കപ്പെടണം. കുട്ടികളാണ്, എല്ലാ പിള്ളേരുകളും ഒക്കെ ഇതിനടിമയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാത്രി സമയങ്ങളും അസമയങ്ങളൊക്കെ ഇതാണ്. ഇവിടെ ഭയങ്കര ലഹരിയാ. സിനിമ ഫീൽഡ് മാത്രമല്ല, ഈ എല്ലാവരും നോക്കുന്ന മുഴുവൻ സിനിമ ഫീൽഡ് എന്നാ. സെലിബ്രിറ്റി അവര് മാത്രമല്ല, അവരിപ്പോ ഒരാളായിരിക്കും ഒരാൾ വലിക്കുകയോ അതുപോലെയുള്ള ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് മൊത്തം ആൾക്കാരും ഞാൻ പണ്ട് പറഞ്ഞ പോലെ മാവിൽ ഒരു ചീഞ്ഞ മാട് മൊത്തം ചീഞ്ഞെന്ന് പറയരുത്. ഇന്ന് വരെ ഞാനൊരു വൈൻ പോലും കുടിക്കാത്ത ആളാണ് ഞാൻ. അതേപോലെ ഫീൽഡിൽ ഒരുപാട്. പിന്നെ ഇന്നത്തെ കാലത്ത് ലേഡീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും മദ്യവും ബിയറും ഒക്കെ കഴിക്കുന്ന ആൾക്കാരായി തുടങ്ങി. അതൊന്നുമല്ല, ഇതുപോലുള്ള ലഹരി സാധനങ്ങൾ പിടിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ബ്രെയിനായിട്ടാണെങ്കിലും അവരുടെ ഓർമ്മശക്തി കാര്യങ്ങളെല്ലാം പോകും. അവർ ഭയങ്കര, പെൺകുട്ടികളും അതെ, അതപ്പതിച്ചു പോകും. അപ്പോൾ തൂഫാൻ പോലുള്ളത് വന്നതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തൂഫാൻ കേട്ടോ. ഈ അടുത്ത അമ്മയിലെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്താ ഒരു ചാനലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ സലീമേട്ടന്റെ സ്മാരകത്തെ പറ്റി, അതായത് സ്മാരകം പണിയുന്നതിനെ പറ്റിയിട്ട് നമ്മൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ആശയം പറയുകയും അതിനെ റിലേറ്റ് ചെയ്ത് പല ആൾക്കാരും പല ചർച്ചയും പറഞ്ഞു. ചേച്ചിയുടെ അഭിപ്രായം ഭയങ്കര വൈറലായി പോയി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ചേച്ചി ശരിക്കും അങ്ങനെ? അല്ല മോളെ, ഞാൻ ഇറങ്ങി വന്നപ്പോ തന്നെ അമ്മേലെ കാര്യം ചോദിച്ചു, എല്ലാവരും കൂടി അങ്ങ് പൊതിഞ്ഞു. അപ്പൊ നമ്മള് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് പറഞ്ഞാലും അത് പ്രശ്നമാവും. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നു സുഹൃത്തെ, ഞാൻ അമ്മയിലെ സാധാരണ ഒരു അംഗം. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല അറിവും ബോധമുള്ള ആൾക്കാർ, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ നൈസായിട്ട് പറയും, കാരണം പറ്റൂല, എനിക്ക് ആരും പറയാനില്ല. കാരണം അത്ര വിഷമിച്ച് ഇറങ്ങി വന്നേ. അപ്പോഴാണ് സലീമേട്ടന്റെ ഈ കാര്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, സലീമേട്ടൻ ഒരുപാട് പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെസ്സും പുലിവാൽ കല്യാണം, ഒരുപാട് തിളക്കം, ഇതൊക്കെ തിളക്കത്തിലൊക്കെ ഒത്തിരി ദിവസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ പടം ചെയ്തിട്ടുണ്ട്. ഭാര്യയായിട്ട് എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ അഭിനയിച്ചൊരു പടത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ പടം. ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാ, ഈ 1 കോടി രൂപ മുടക്കിയിട്ട് അപ്പോ ഞാൻ ചിന്തിച്ചത് വേറെയാ. എത്ര പ്രഗത്ഭരായ നടന്മാര് മരിച്ചു പോയിട്ടുണ്ട്, അവർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നച്ചന് വേണ്ടി ആര് ചെയ്തു? ശ്രീനിവാസനായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ടോ? മമ്മൂക്കോയ്ക്ക് വേണ്ടി ആര് ചെയ്തിട്ടുണ്ടോ? അവരൊക്കെ എത്ര വർഷങ്ങളായിട്ട് പടം ചെയ്ത ആൾക്കാർ. മണിച്ചേട്ടന് വേണ്ടി ആര് ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, അതിനേക്കാൾ ഉപരി ഇവരെല്ലാവരും, ഇപ്പൊ ഞാൻ പറയാ, എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ ഈ 1 കോടി എന്നുള്ളതില് ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് കുറച്ച് പൈസ വെച്ച് ആ പേരില് പാവപ്പെട്ട കുട്ടികൾക്കോ, അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടി അച്ഛനമ്മമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം ഒന്നുമില്ലാതെ അവരുണ്ടാക്കിയത് മുഴുവൻ പോയിട്ട് സങ്കടം കൊണ്ട് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ മനസ്സിനെങ്കിലും ശാന്തമാക്കാൻ വേണ്ടി ഈ പൈസ ഡിവൈഡ് ചെയ്തിട്ട് ഇവരുടെ ഓരോരുത്തരുടെ പേരിലും, ഇന്നച്ചൻ ഇവരൊക്കെ ഇല്ലേ, ഇവരൊക്കെ പേരില് ഓരോ വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സലീമേട്ട് മാത്രം ആവാതെ, അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും സലീമേട്ടിന്റെ വീട്ടുകാരൻ. സലീമേട്ടിന് കൊടുക്കാന്ന് പറഞ്ഞ പൈസ ഈ പറഞ്ഞ അർഹരായ ഇവർക്കൊക്കെ ഉണ്ട് അർഹത. മമ്മൂക്ക എത്ര വർഷം ഉണ്ടായി, ഇന്നച്ചൻ, മണിച്ചേട്ടൻ, നെടുമുടി വേണിച്ചേട്ടൻ, ഞാൻ പറയാം ശ്രീനിയേട്ടൻ, എത്ര പേര് അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കുറച്ച് 1 കോടി രൂപ ഒരാൾക്ക് അങ്ങ് കൊടുത്ത് ഒരു പ്രതിമ ശരിക്കും പറഞ്ഞ സ്മാരകം എന്ന് പറഞ്ഞ തെറ്റിദ്ധാരണയാ. പ്രതിമ എല്ലായിരിക്കും വെക്കണത്, വേറെ എന്തെങ്കിലും ആയിരിക്കും, മേ ബി ആവാം. നമ്മളോടത് പറഞ്ഞിട്ടില്ല, എന്താ ചെയ്യാൻ പോണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാരും എന്താ ചിന്തിക്കുക, നമ്മളൊക്കെ കണ്ടേക്കണ എന്താണ്, വലിയൊരു സ്മാരകം കൊണ്ട് പ്രതിമ, കറുത്ത പ്രതിമ, അതിന്റെ മുകളിൽ കാക്ക ഇരിക്കുന്നു, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, വൃത്തികേട്. ഇതാണ് നമ്മുടെയൊക്കെ മറ്റുള്ളവരുടെ ചിന്തപ്പാടില്.
പക്ഷെ എനിക്കറിയാം വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രതിമയ്ക്ക് വേണ്ടി 1 കോടി രൂപ ഒന്നും ആരും മുടക്കൂലല്ലോ. അപ്പൊ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ അന്ന് പറഞ്ഞത്, പാവപ്പെട്ട മീൻസ് ഈ പറയണ പോലെ വിദ്യാഭ്യാസം നമ്മള് അന്വേഷിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ടർപ്പാള് വിരിച്ച് കിടക്കുന്ന ആൾക്കാരോ ഉരുൾപൊട്ടിയ സ്ഥലം അല്ലാതെ വെള്ളം കയറിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ കുറച്ച് നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ അതിനൊരു ലാഫിമില്ല സലീം കുമാർ ഇങ്ങനെയൊക്കെ പേരിട്ട് കൊടുത്താണല്ലോ, മുകളിലിരുന്ന അത് മതി. അതാ എന്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായം അതാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോ അത് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി പ്രിയങ്ക അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഞാൻ കൊടുക്കണ്ട. സലീമേട്ടന് അത്രയും ഞാൻ പറഞ്ഞില്ല, അത്രയും ഇഷ്ടമുള്ള ആള് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യും. പക്ഷെ നമുക്ക് അഭിപ്രായം പറയാലോ. അപ്പൊ അതൊന്ന് അറിവിലേക്ക് എത്തിക്കാന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ.